നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് 17-ാം വാക്യത്തിലാണ്. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. ഇന്നലെ നമ്മളത് കണ്ടു. കർത്താവാണ് നിയമം പൂർത്തിയാക്കിയത്. കർത്താവ് ഉള്ളിൽ വസിക്കുന്നവർക്കും ആ നിയമം പൂർത്തിയാകും. അത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. അതിന് ശേഷം നമ്മൾ കണ്ടു ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകോളം സകലവും നിവൃത്തിയാകുവോളം. അപ്പം ന്യായപ്രമാണത്തിലൂടെ എന്തെല്ലാം വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ടോ ആ വാഗ്ദത്തങ്ങളെല്ലാം നിവൃത്തിയാകുവോളം, എല്ലാം തീരുവോളം. ഓക്കെ, അതിലൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല. അപ്പോൾ ന്യായപ്രമാണത്തിന് അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനുണ്ട്. പക്ഷേ ഈ ന്യായപ്രമാണത്തിൻ്റെ ആത്മീക പ്രമാണം എപ്പോഴും നമ്മൾ ആലോചിക്കണം. ഇതൊരു ആത്മീക പ്രമാണത്തിലേക്കാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്, ശാരീരിക പ്രമാണത്തിലേക്കല്ല. അപ്പോൾ ന്യായപ്രമാണത്തെ നമ്മൾ ഒരു ബാഹ്യമായൊരു പ്രമാണമായിട്ട് കാണുകയാണെങ്കിൽ അത് മോശയുടെ പ്രമാണമായും, ആന്തരികമായ ആത്മീക പ്രമാണമായി കാണുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള നീതിയുടെ പ്രമാണമായിട്ടുമാണ് വരുന്നത്. അടുത്ത വാക്യം 19-20 വാക്യങ്ങളും ഇത്തിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്യമാണ്. അവിടെ പറയുന്നത്, ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗ്ഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി പരീശന്മാരുടെ ശാസ്ത്രന്മാരുടെ നീതി കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കുകയുമില്ല. അപ്പോൾ 3 തരം ആൾക്കാരെക്കുറിച്ച് അവിടെ പറയുന്നത്. ഒന്ന് കടക്കാത്തവർ, മറ്റൊന്ന് കടന്നിട്ട് ചെറിയവർ, കടക്കുമ്പോൾ വലിയവർ. ഇപ്പോൾ 3 തരം ആൾക്കാരുണ്ട്. പരീശന്മാരുടെ ശാസ്ത്രന്മാരുടെ നീതി വെച്ച് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റില്ല, അവർ കടക്കാത്തവരാണ്. ഇപ്പോൾ മനുഷ്യരുടെ മാക്സിമം നീതിയാണ് പരീശന്മാരുടെ ശാസ്ത്രിമാരുടെ നീതി. അത് വെച്ച് ഒരാൾക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ സാധിക്കില്ല. അതായത് മനുഷ്യൻ എത്ര അനുസരണം കാണിച്ചാലും, എത്ര നീതിമാനായി സ്വയം മാറിയാലും ദൈവം രാജാവാകുന്ന ഒരു സ്ഥലത്ത് അവന് പ്രവേശനമില്ല. കാരണം മനുഷ്യനീതി അവനെ തന്നെ രാജാവാക്കും. അതാണ് പ്രശ്നം. ഇവൻ നീതിമാനായി കഴിയുമ്പോഴേക്കും ഇവൻ രാജാവാകും. ഇവൻ ബാക്കിയുള്ളവരെല്ലാം നീതിക്കാൻ തുടങ്ങും. എനിക്ക് പറയാൻ അവകാശമുണ്ട് ബ്രദറെ എന്നല്ലേ പറയുന്നത്. എനിക്ക് പ്രാഗൽഭ്യമുണ്ടെന്ന് അവനോട് 4 ചീത്ത പറയാൻ. കാരണം ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ ആരാ രാജാവ്? ഞാനാണ് രാജാവ്. അപ്പം ഞാൻ രാജാവായിരിക്കുന്ന കാലത്ത് ദൈവം എങ്ങനെ രാജാവായി വരുന്നത്? ഒരിക്കലും വരില്ല. അപ്പം ഒരു മനുഷ്യൻ പരീശൻ്റെയും ശാസ്ത്രിയുടെയും നീതി, അതായത് ന്യായപ്രമാണത്തിലെ ബാഹ്യമായ നീതി, അതാണ് നമ്മൾ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ കണ്ടത്. പൗലോസ് പറയുന്നത് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ നീതിയല്ല. അപ്പം ന്യായപ്രമാണം അനുസരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു നീതിയുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്താൽ വരുന്ന എൻ്റെ നീതിയല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതി. ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വന്തം നീതിയല്ല. അപ്പോൾ ന്യായപ്രമാണം അനുസരിക്കുമ്പോൾ ഒരാൾക്ക് എന്താ കിട്ടുന്നത്? ഭൗതിക പ്രമാണം അനുസരിക്കുമ്പം, പരീശന്മാരും ശാസ്ത്രിമാരും അനുസരിച്ചതുപോലെ അനുസരിക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? എന്താ കിട്ടുന്നത്? ആർക്ക് പറയാം? പരീശന്മാരും ശാസ്ത്രിമാരും അനുസരിച്ചതുപോലെ ന്യായപ്രമാണം അനുസരിച്ചാൽ നമുക്ക് സ്വയനീതി എന്ന് പറയുന്നൊരു സാധനമേ കിട്ടുള്ളൂ, ദൈവനീതി കിട്ടില്ല. ആ സ്വയനീതിയുമായിട്ട് നമ്മൾ രാജാക്കന്മാരെ പോലെ ഞാൻ അനുസരിച്ചവൻ. നിങ്ങളൊന്ന് ആലോചിച്ചെങ്കിൽ ഞാനെങ്ങാനും അനുസരിച്ച് സ്വർഗത്തിൽ പോയായിരുന്നെങ്കിൽ സ്വർഗത്തിലെ സീൻ എന്തായിരുന്നേനെ? ഞാനവിടെ ചെല്ലുമ്പോഴേക്കും എല്ലാവരും ഞാനിങ്ങനെ കോളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഞങ്ങൾ അനുസരിക്കുന്ന ഞാൻ ഒന്ന് എഴുന്നേറ്റ് നിന്ന് വണങ്ങിയാൽ എന്നാടാ എന്നുള്ള എൻ്റെ ഭാവമായിരിക്കും. കാരണം ഐ ക്ലെയിം മൈ വർത്ത്, ഐ ആം വർത്തി ടു സ്റ്റാൻഡ് ഹിയർ. കാരണം ഞാൻ ഒത്തിരി അനുസരിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രസംഗങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വലിയ പങ്ക് പ്രസംഗകരും ഞാൻ വിചാരിക്കുന്ന സ്വർഗത്തിലോട്ട് ചെല്ലുമ്പം ദൈവം ഉൾപ്പെടെ എഴുന്നേറ്റ് നിൽക്കും. ഇത്ര ഒരു മഹാനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പറയേണ്ടി വരും. കാരണം അത്ര ഭയങ്കര വീരന്മാർ അവിടെ പ്രസംഗം കേട്ട നമ്മളെല്ലാം ഒന്നും അല്ലെന്ന് തോന്നും. ശരിയാണോ ഞാൻ പറയുന്നത്? ഈ മോറൽ പ്രസംഗങ്ങൾ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്ക്, ഈ മോറൽ പ്രസംഗങ്ങൾക്കകത്ത് ഭയങ്കര അപകടമുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരും സ്വർഗത്തിൽ പോവില്ല. സത്യമാണ്, അത് സത്യമാണ്. പക്ഷെ അത് ഉപദേശിക്കുമ്പോൾ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ എന്നോട് ചോദിക്കാമെന്ന് വെച്ചോ, പാസ്റ്റർ സ്വർഗത്തിൽ പോകുമോ? അപ്പം ഞാൻ പറയും ഞാൻ പോകും. അതുകൊണ്ടാണല്ലോ ഞാൻ പ്രസംഗിക്കാൻ വന്നേക്കുന്നത് ഇത്ര ദൂരം. അപ്പോൾ നിങ്ങൾക്കിനി സ്വർഗത്തിൽ പോകാൻ ആരെ പോലെ ആയാൽ മതി? ഞാൻ പോകും, നിങ്ങൾ പോകില്ല. അപ്പം സ്വർഗത്തിൽ പോകാൻ ആരെ പോലെ ആയാൽ മതി? പാസ്റ്ററെ പോലെ ആയാൽ മതി. അപ്പോൾ സ്വർഗത്തിലൂടെ പോകുന്ന പുതിയ വഴി ഏതാ? മനസ്സിലായില്ലേ? അപ്പം ഞാൻ പോകും, നിങ്ങൾ പോകില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ പോകുള്ളൂ, ഞാൻ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഇനി സ്വർഗത്തിൽ പോകാൻ നിങ്ങളുടെ മുമ്പിലുള്ള വഴി എന്താണ്? എന്നെ പോലെ ആവുക. ഇതാണ് മോറൽ പ്രസംഗങ്ങളുടെ എല്ലാം പുറകിൽ. അപ്പോൾ വേറൊരു നീതിമാൻ അവതരിക്കുക, യേശുക്രിസ്തു അല്ലാത്ത, യേശുക്രിസ്തുവിൻ്റെ നീതി വരെ എത്താത്ത, സ്വയനീതിയിൽ തടിച്ച ഒരാൾ, അയാൾ വസ്ത്രം ധരിക്കുന്ന രീതിയുടെ അടിസ്ഥാനത്തിലോ പെരുമാറുന്ന രീതിയുടെ അടിസ്ഥാനത്തിലോ സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ വെച്ചോ അവർ ക്ലെയിം ചെയ്യുകയാണ് ഞങ്ങൾ നിന്നേക്കാളും വിശ്വസ്തനും വിശുദ്ധനുമാണ്. മനസ്സിലാവുന്നുണ്ടോ?
ഈ ഒരു ക്ലെയിമാണ് നമ്മളിവിടെ കാണുന്ന ആദ്യത്തെ കാര്യം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ, സ്വയനീതിയുടെ ലിമിറ്റ്സിനപ്പുറത്തേക്ക് കടക്കുന്നില്ലെങ്കിൽ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത് അതാണ്. നമ്മുടെ അധ്വാനം കൊണ്ടുണ്ടാകുന്ന നീതി നമ്മുടെ നീതിയാണ്. ആ നീതി എത്ര വർദ്ധിച്ചാലും നമ്മൾ രാജാവായി വരികയുള്ളൂ. അപ്പോൾ അതാണ് ആദ്യത്തെ ഗ്രൂപ്പ്. ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഞാൻ താഴെ നിന്ന് മുകളിലോട്ടാണ് എന്ന് നോക്കിയത്. ഓക്കെ, അപ്പോൾ താഴെ 20-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കയില്ല. അപ്പോൾ ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു മനുഷ്യന് സാധിക്കുന്നതിൻ്റെ അങ്ങേയറ്റം നീതി. അതാണ് അവരുടെ ഫുൾ എഫേർട്ടാണ് അവരെ നീതിമാന്മാരാകാൻ വേണ്ടി എടുക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റില്ല. കാരണം അവൻ്റെ രാജ്യം ഉണ്ടാക്കാനേ പറ്റുള്ളൂ, അല്ലേ? ഇപ്പോൾ ഒരു പാസ്റ്റർ ഭയങ്കര നീതിമാനാണെങ്കിൽ ആ സഭ അയാളുടെ രാജ്യമാണ്, അയാൾ ഉപദേശിക്കുന്നതാണ് പിന്നെ അവിടുത്തെ കാര്യം. ശരിയാണോ ഞാൻ പറയുന്നത്? നിങ്ങൾ ഇടയ്ക്ക് തലയാട്ടിയാൽ എനിക്കൊരു സന്തോഷമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആൾക്കാരാന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകും, പക്ഷേ ദൈവരാജ്യത്തിലുണ്ട്, പക്ഷേ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനാണ്. അവൻ ആരാന്നറിയോ? ദൈവരാജ്യത്തിൽ ഒരു കൽപ്പന അഴിക്കുന്നവൻ അവിടെ പറഞ്ഞേക്കുന്നത്. ഈ അഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലൂസാക്കുക എന്നാണ്. ശരിക്കും നമ്മൾ ടൈറ്റായിട്ടുള്ള സ്ക്രൂ എന്ത് ചെയ്യുക? ലൂസാക്കുക. അപ്പോൾ ദൈവരാജ്യത്തിൽ ഒരു പ്രമാണം അഴിക്കുക. ലുവോ എന്ന ഗ്രീക്ക്, അത് ഭയങ്കര പ്രശസ്തമായൊരു ഗ്രീക്ക് വാക്കാണ്. ഗ്രീക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന വാക്ക് അതാണ്, ലുവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിക്കുക എന്നാണ് അർത്ഥം. അപ്പം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞു കാര്യം, ഒരു കുഞ്ഞു പ്രമാണം, അത് വലിയ കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവർ. എക്സാമ്പിൾ ഞാൻ പറയാം. സത്യം ചെയ്യരുതെന്നൊരു പ്രമാണം, അല്ലേ? നമ്മളിപ്പോൾ അത് കാണാൻ പോവാണ്. ആണയിടരുത് എന്നൊരു പ്രമാണമുണ്ട്. സത്യം ബ്രദറെ അങ്ങനെ പറയേണ്ട കാര്യമില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. കാരണം നമ്മൾ പറഞ്ഞാൽ പിന്നെ ആൾക്കാർക്കൊരു സംശയം ഉണ്ടാകരുത്. അവൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ സംശയിക്കേണ്ട കാര്യമില്ല, കറക്റ്റായിരിക്കും. അങ്ങനെ ഒരു സത്യത്തിൻ്റെ ഒരു അന്തരീക്ഷം നമ്മുടെ ചുറ്റും ഉണ്ടാകണം. ചേസ് പറഞ്ഞേനെ സത്യമാകാൻ സാധ്യതയില്ല എന്ന് ആൾക്കാർ പറയരുത്. അങ്ങനെ പറയേണ്ടി വന്നാൽ നമ്മൾ ആണയിട്ട് മടുക്കും. ശരിയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആണയിടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ കള്ളത്തരം ഉള്ളതുകൊണ്ടാണ്. നമ്മൾ പറയുന്നതെല്ലാം ഉവ്വ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറയുന്നതെല്ലാം ഉവ്വ് ആണെങ്കിൽ നമ്മൾ ആണയിടേണ്ട കാര്യമില്ല. നമ്മൾ പറയുമ്പോൾ തന്നെ ആൾക്കാർ വിശ്വസിക്കും, നമുക്കറിയാം വിശ്വസിച്ചു. പക്ഷെ നമ്മൾ പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ല എന്ന് നമുക്ക് തോന്നാനുള്ള കാരണം എന്താ? പലപ്പോഴും പല കള്ളത്തരങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം ഇത് ചിലപ്പോൾ അവർ വിശ്വസിച്ചില്ലെങ്കിൽ പ്രശ്നവും, അതുകൊണ്ട് ആണയിട്ടങ്ങ് പറഞ്ഞേക്കാം എന്ന് പറയാൻ കാരണം നമ്മുടെ വിശ്വസ്തത കുറയുമ്പോഴാണ്. ഓക്കെ, അപ്പം പല ആൾക്കാരിങ്ങനെ ആണയിടുന്നു. അപ്പോൾ നമ്മൾ പറയും ചെറിയ കൽപ്പനയല്ലേ, സാരമില്ല എന്ന് വെക്കുന്നവൻ ദൈവരാജ്യത്തിലുണ്ട്. അതാണ് ചെറിയൊരു കൽപ്പന അഴിക്കുന്നവൻ, അത് സാരമില്ല എന്ന് പഠിപ്പിക്കുന്നവൻ ദൈവരാജ്യത്തുണ്ട്. അവൻ പരീക്ഷനെയും ശാസ്ത്രിയേക്കാളും ബെറ്ററാണ്. കാരണം എന്താ? ഈ സ്വയനീതി ഉള്ളവനേക്കാളും ബെറ്ററാണ് ഇത്തിരി ചെറിയ ചില കൽപ്പനകളെ ലൂസാക്കുന്നവൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസാക്കാമെന്നതിന് അർത്ഥമില്ല. നമ്മളെപ്പോഴും പൂർണ്ണ പ്രതിഫലം നോക്കുന്നവരായതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഒരു കൽപ്പനയും അഴിക്കുന്നവരാകരുത്. ഇവിടെ മലയാളത്തിൽ വായിക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ കൃത്യമായിട്ടുണ്ട്. ഇവിടെ പറയുന്നത്, ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ നിന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, therefore whoever relaxes one of these least commandment, അതായത് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യാതെ റിലാക്സ് ചെയ്യുന്ന, ഇത്തിരി ഫ്രീ ആക്കി വിടുന്ന. ഓക്കെ, റിലാക്സസ് വൺ ഓഫ് ദീസ് ലീസ്റ്റ് ഓഫ് ദീസ് കമാൻഡ്മെന്റ്സ് ആൻഡ് ടീച്ചസ് അതേഴ്സ് ടു ഡു ദ സെയിം. അപ്പം മറ്റുള്ളവരും അങ്ങനെ തന്നെ മതി, അത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട ബ്രദറെ എന്ന് പറയുന്ന ആൾക്കാർ അവരെങ്ങനെയുള്ളവരായിരിക്കും? ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവരായിരിക്കും. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഒരു കുഞ്ഞു കൽപ്പന പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അർത്ഥം. അതായത് ഒരാൾ റിലീസ് ചെയ്യാൻ തുടങ്ങിയാൽ അയാൾ ദൈവരാജ്യത്തിൽ ഏറ്റവും കുറഞ്ഞവനായിട്ട് വരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോഴും സ്വയനീതി കടന്നു പോകുന്നു. നമ്മൾ സ്വയനീതി കടന്ന് ഇപ്പുറത്ത് ചാടിയാലും ഏതെങ്കിലും ഒരു കൽപ്പനയെ നമ്മൾ ഇത്തിരി ലൂസാക്കിയാൽ, അത് വലിയ കാര്യമല്ല എന്ന് കണ്ടാൽ അതിനർത്ഥം എന്താണ്? അവൻ ചെറിയവനായി മാറി. അതായത് ഹിസ് ഗ്രേറ്റ്നെസ് ഹാസ് ഡിമിനിഷ്ഡ് എന്നാണ്. അപ്പോൾ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, ബട്ട് ഹൂഎവർ ഡസ് ദം ആൻഡ് ടീച്ചസ് ദം വിൽ ബി കോൾഡ് ദ ഗ്രേറ്റ് ഇൻ ദ കിങ്ഡം ഓഫ്. അപ്പം ഏതെങ്കിലും ഒരു ചെറിയ കൽപ്പന അനുസരിക്കാൻ ഒരാൾക്ക് പറ്റിയാൽ അയാളാണ് ദൈവരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. അപ്പോൾ വലിയവനെയും ചെറിയവനെയും നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ദൈവരാജ്യത്തിൽ വലിയവനാകുവാൻ, അതായത് ശ്രേഷ്ഠനാകുവാൻ നമ്മുടെ വിളി അതിനു വേണ്ടിയല്ലേ? നമ്മുടെ വിളി ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടിയുള്ളൊരു വിളിയാണ്. നമ്മൾ പല ആൾക്കാരും പറയണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിൽ പോയാൽ മതിയായിരുന്നു ബ്രദർ. എങ്ങനെയെങ്കിലും പോകാൻ പറ്റത്തില്ല.
യേശുക്രിസ്തുവിനെ പോലെ മാത്രമേ അവിടെ പ്രവേശനം, അതായത് ക്രിസ്തുവിൻ്റെ തേജസ്സോടെ അവിടെ പ്രവേശിക്കാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓട്ടം ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടിയുള്ള ഓട്ടം. അപ്പോൾ ഓരോ ചെറിയ കൽപ്പനയും അതിൻ്റെ സ്പിരിച്വൽ ഡൈമെൻഷനിൽ, ഇപ്പം മുമ്പോട്ട് വന്നു കഴിയുമ്പം ഇത് കുറച്ചുകൂടെ വ്യക്തമാവും ഈ കൽപ്പനയുടെ അടിസ്ഥാനം എന്താണ്. ഒക്കെ ചെറിയ കൽപ്പനകൾ പോലും. അപ്പം ദൈവത്തിൻ്റെ ആത്മീക പ്രമാണത്തിൽ ഒത്തിരി ചെറിയ കൽപ്പനകൾ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുന്ന ഒത്തിരി ചെറിയ കൽപ്പനകൾ നമുക്ക് നോക്കാം. അതെന്താണ്? ചെറുതല്ല, അത് സീരിയസ് ആണ്, പക്ഷെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുന്ന കൽപ്പന. ഫോർ എക്സാമ്പിൾ, താഴോട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്ന സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. ഇനി അടുത്ത കേട്ടണം, സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായദിവസയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു വരുന്നത്? കൊല്ലരുതെന്നുള്ള പഴയ നിയമ പ്രമാണത്തെ എക്സ്പാൻഡ് ചെയ്തപ്പം, അതായത് പൂർത്തിയാക്കുമ്പോൾ, അത് ആത്മീകമായി വ്യാഖ്യാനിക്കുമ്പോൾ ആ കൊല്ലരുതെന്നുള്ള ടൈറ്റിലിൻ്റെ കീഴിൽ എന്തൊക്കെയുണ്ട്? കോപിക്കരുത്, നിസാരാന്ന് വിളിക്കരുത്, മൂഢ എന്ന് പറയരുത്. ഇതെല്ലാം കൊലപാതകം എന്ന ടൈറ്റിലിൻ്റെ താഴെ വരുന്ന നമ്മൾ നിസാരമെന്ന് ചൊല്ലി അവഗണിക്കുന്ന പല കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും ചെയ്തിട്ട് പറയും സാരമില്ല, അത് പറഞ്ഞു, അതൊക്കെ ദൈവം ക്ഷമിച്ചോളൂ എന്ന് പറയുന്ന രീതിയിലുള്ള കമാൻഡ്മെൻറ്റ്സ് ആണ് ഇതിൽ. പക്ഷേ ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കൊല്ലരുതെന്നുള്ളൊരു ടൈറ്റിലിൻ്റെ കീഴിൽ എന്തൊക്കെ കിടക്കുന്നു നോക്കി. സഹോദരനോട് കോപിക്കരുത്, നിസാര എന്ന് വിളിക്കരുത്, മൂഢ എന്ന് പറയരുത്. പിന്നെ ഒരു കാര്യമുണ്ട്, സഹോദരൻ്റെ ഹൃദയം നീ നിമിത്തം വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാതെ ഒരു യാഗവസ്തുവുമായി ദൈവത്തിൻ്റെ അടുത്ത് വരരുത്. അപ്പോൾ കൊലപാതകം എന്നുള്ള ഒരൊറ്റ ടൈറ്റിലേക്ക് നോക്കി കഴിയുമ്പം എന്തെല്ലാം ഗുലുമാലാണ് അതിനകത്തുള്ളത് നോക്കി. നമ്മുടെ ജീവിതത്തിൽ തൂത്താലും പോകാതെ കിടക്കുന്ന പക, കയ്പ്, വിദ്വേഷം, ഇതെല്ലാം കൊലപാതകം എന്ന അതിൻ്റെ കീഴിലായിട്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ സീരിയസ് പാപമായിട്ടാണ് കാണുന്നത്. ഇവിടെ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്നും ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നും, ഓക്കെ, അതുപോലെ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ദൈവം നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന നീതി എന്താണ്? ദൈവം നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന നീതി കൊല ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. കൊലപാതകത്തിൻ്റെ തുടക്കം ഒരു പക്ഷേ സഹോദരനോട് തോന്നുന്ന ഒരു അവജ്ഞ, അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവ്, അല്ലെങ്കിൽ അവന് ഡീഗ്രേഡ് ചെയ്യുന്നൊരു വർത്തമാനം, ഇതെല്ലാം കൊലപാതകം എന്ന ടൈറ്റിലിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു ആത്മീക പ്രമാണമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെയാണ് കർത്താവ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ പുറമേയുള്ള പ്രവൃത്തികളല്ല. അങ്ങനെ പുറമേയുള്ള പ്രവൃത്തികൾ എത്ര നന്നാക്കി നമ്മൾ വെച്ചാലും ദൈവത്തിൻ്റെ ആത്മീക പ്രമാണം എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ട് ഈ കൽപ്പനകൾ കൊലപാതക തുല്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് സഹോദരനെ എന്നേക്കാൾ മോശമെന്നും നിസ്സാരനെന്നും കരുതുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രമാണമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അമ്മ സഹോദരനെ മൂടാന്ന് ഞാൻ പണ്ട് വിളിച്ചിട്ട് നരകത്തിന് യോഗ്യനാവും. ഇതാണ് പ്രമാണം. പ്രമാണം അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ പ്രമാണത്തിന് ഒരിക്കലും ഒരു മാറ്റവുമില്ല. ഈ ദൈവത്തിൻ്റെ പ്രമാണം എത്ര നാൾ കഴിഞ്ഞാലും മാറാനും പറ്റില്ല. കാരണം പ്രമാണം ഭൂമി ആകാശം ഒഴിഞ്ഞു പോയാലും അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ മൂടാ എന്ന് നമ്മൾ ആരോടെങ്കിലും അവന് വലിയ വിവരമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനുള്ള ശിക്ഷയാണ്? നരകത്തിൽ പോകാനുള്ള. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താ? ആരെങ്കിലും കാണുമോ സ്വർഗത്തിൽ? അവിടെയാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ച വീണ്ടെടുപ്പ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന കർത്താവിലൂടെ അല്ലാതെ, അതായത് കർത്താവിലൂടെ അല്ലാതെ നമുക്ക് ഒരു കാര്യത്തിനും പരിഹാരമില്ല. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തു നമ്മളോട് ക്ഷമിച്ചു, നമ്മുടെ പാപങ്ങളെ കഴുകി, നമ്മളെ സ്വർഗത്തിൽ ഇരുത്തി എന്ന് പറയുമ്പോഴും പ്രമാണം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. കാരണം ദൈവത്തിൻ്റെ പാപത്തോടുള്ള ക്രോധമാണ് ഈ പ്രമാണത്തിലൂടെ വരുന്നത്. അപ്പം രക്ഷിക്കപ്പെട്ട ഒരാളുടെ ഉള്ളിൽ ഇങ്ങനെ വരുമ്പോൾ അവൻ ചിന്തിക്കണം, കർത്താവേ, നരകത്തിൽ പോകാനുള്ള പാപമാണിത്, എൻ്റെ ഉള്ളിൽ ഇത് ഉണ്ടാകരുത്. അത് അകത്തുനിന്ന് വരണം. കാരണം എവ്രി സിൻ ആൽബേറ്റ് സ്മോൾ എല്ലാത്തിനും നരക ശിക്ഷയ്ക്ക് യോഗ്യമാണ്. അപ്പം നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ആളുകളുടെ ഹൃദയത്തിൽ ഇതൊക്കെ വരാം, നിസ്സാരമല്ലത്. അത് വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, സാരമില്ല പോട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം മരണശിക്ഷ ലഭിക്കേണ്ട പാപം കർത്താവ് എനിക്ക് വേണ്ടി മരിക്കാൻ തക്കവണ്ണം, ഓക്കെ, അത്ര ഘനമേറിയ പാപമായിട്ടാണ് ഈ പാപത്തെ അവിടെ കാണിക്കുന്നത്. അപ്പോൾ കൊല ചെയ്യരുതെന്നുള്ളൊരു മാരകമായ പ്രമാണത്തിൻ്റെ കീഴിൽ നമ്മൾ ആരും ചെയ്യുന്നില്ല. കൊല ആകെ നമ്മൾ കൊല്ലുന്ന കുറേ കൊതുകുകളെയും പാറ്റയൊക്കെ ആയിരിക്കും.
അതിൻ്റെ കീഴിൽ എഴുതി വച്ചിരിക്കുന്ന ബാക്കി കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സഹോദരനെ നിസ്സാരനായി കരുതുന്നത് പോലും കൊലപാതകത്തിൻ്റെ കീഴിൽ വരും. അപ്പം ഞാൻ ഈ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതുന്നത് എന്താണ്? ദൈവം ഒരിക്കലും അവൻ്റെ പ്രമാണത്തെ ഒട്ടും അയക്കുന്നില്ല, ഒരു കാരണവശാലും അയക്കുകയില്ല, ലൂസനാക്കുകയില്ല. കാരണം ആ പ്രമാണം എപ്പോഴും അവസാനത്തെ വള്ളി വരെയും അങ്ങനെ തന്നെ ഇരിക്കും. അപ്പം ദൈവരാജ്യത്തിൽ ചെറിയവനെന്ന് പറയുന്നവൻ ശാസ്ത്രിയേക്കാളും പരീക്ഷനേക്കാളും വലിയവനാണെങ്കിലും അവൻ ദൈവത്തിന് പ്രസാദമുള്ളവനല്ല എന്നാണ് എൻ്റെ അർത്ഥം. കാരണം എന്താണ്? ഈ പാപങ്ങളെ ഗൗരവമില്ലാതെ കാണുന്നവർ അവർ ചെറുതാക്കപ്പെടുമെന്നാണ്. അത് ശരിക്കും ഒരു ശിക്ഷയായിട്ട് തന്നെയാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 23-ാം വാക്യത്തിൽ ഈ കൊലപാതകത്തിൻ്റെ ആ മോശ നിങ്ങളുടെ അരളി ചെയ്ത് കൊലപാതകം ചെയ്തതെന്നാണ്. അതിൻ്റെ കീഴിലുള്ള സബ് ടൈറ്റിൽസാണ്. 24-ാം വാക്യം പറയാണ്, സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് മുമ്പിൽ വെച്ചേച്ച്, യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. അപ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായി, ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഞങ്ങളൊരു കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തു. 2014 or 2016 ആ സമയത്ത്. അപ്പം എൻ്റെ കൂടെ ഒരു സഹോദരനുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഞങ്ങൾ കസേരയെല്ലാം അറേഞ്ച് ചെയ്യുന്നു, അപ്പവും പാനപാത്രവും ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് മുൻകൂട്ടി പറഞ്ഞു, ഞാൻ ഇന്നത് എടുക്കുന്നില്ല. ഞാൻ ചെന്താണ് കാര്യം, എനിക്ക് ഇന്ന് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? ഒരാളോടൊരു ഇത്തിരി പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, ഫോൺ എടുക്കുക, നമുക്കിപ്പോൾ വിളിക്കാം. ഇപ്പോൾ വിളിച്ചാൽ പ്രശ്നം തീർത്തിട്ട് കർത്തൃമേശ എടുക്കാം. അന്നേരം പുള്ളി പറഞ്ഞു, അത് ഇത്തിരി ദൂരെയാണ്. അല്ല പോയി, ഞാൻ പറഞ്ഞു ആദ്യം പോയി നമുക്ക് രമ്യപ്പെടാം. അന്നേരം പറഞ്ഞു ദൂരമാണ്, എന്നാൽ ഫോൺ ചെയ്യാം. ഫോൺ ചെയ്ത പുള്ളി പറയാം, ക്ഷമിക്കണം, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ക്ഷമിക്കണം, ഇത് കഴിഞ്ഞ് ഞാൻ വിശദമായിട്ട് വന്ന് കണ്ടോളാം എന്ന് ഫോണിൽ പറ, എന്നിട്ട് കർത്തൃമേശ എടുക്കുക. അന്നേരം പുള്ളിയോട് പറഞ്ഞാൽ എന്നറിയാം, അങ്ങനെ പുള്ളിയെടുത്ത് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, 2 ആഴ്ച അങ്ങനെ ഇരിക്കട്ടെ. ആലോചിച്ച് നോക്കി. അപ്പോൾ അത്രയെങ്കിലും ആ പുള്ളിക്കൊരു ബോധമുണ്ട്. ഇന്ന് ഈ കർത്തൃമേശ എടുക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ശരീരത്തോട് ദൈവത്തിൻ്റെ സഭ ചെയ്യുന്ന പാപങ്ങൾ അതോർത്താൽ നമുക്ക് തല വിറയ്ക്കുന്ന, തല പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള പാപങ്ങൾ ചെയ്തിട്ടാണ് ഈ കർത്തൃമേശ എടുത്തിട്ട് വരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ വളർന്ന ആൾക്കാരാണ്. അവിടെ പറമ്പിൽ പണിയുന്ന ആൾക്കാരും എല്ലാവരും ഞങ്ങൾ ഒന്നിച്ചിരുന്ന ഫുഡ് കഴിക്കുന്നത്. പക്ഷേ പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല അങ്ങോട്ട് വരുമ്പോഴാണ്, നിങ്ങൾക്കറിയാം, ഒരു സിറിയൻ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വന്ന ഒരു പയ്യനെ പെൺകുട്ടി ആലോചിക്കില്ല. ഇന്ന് ഞങ്ങളുടെ സഭ ഫേസ് ചെയ്ത വിഷയം അത് ഇപ്പോഴല്ല, അത് പതുക്കെ നിങ്ങളെല്ലാം കേൾക്കും. പാസ്റ്റർമാരാണ് പറയുന്നത് ഇത് അനുവദിക്കില്ല. ഇറ്റ്സ് ഹൊറിബിൾ. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ പലതായി വിഭജിച്ച് ഒരു ഭാഗത്തെ സിറിയൻ ക്രിസ്ത്യാനിയെന്നും മറ്റേ ഭാഗത്തെ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടെന്നും വേറെ ഭാഗത്തെ ദളിതരെന്നും എല്ലാം വേർതിരിച്ച് കല്യാണം നടത്തുകയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കില്ല. ഇവരെന്നിട്ട് ഒന്നിച്ച് വന്നൊരു കർത്തൃമേശെടുക്കലൊരു കെട്ടിപ്പിടുത്തമുണ്ട്. ഹൗ ഹൊറിബിൾ വിൽ ബി ദാറ്റ്? ദൈവം എങ്ങനെയായിരിക്കും അതിനെ കാണുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം നിങ്ങൾ പറയാൻ, ഭാഗ്യമായി കർത്താവ് ഇങ്ങേരുടെ പ്രസംഗം കേൾക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പിള്ളേരുടെ കല്യാണം നടന്നു. കല്യാണം നടക്കാത്ത ആൾക്കാർ പറയായിരിക്കും, ഇനിയിപ്പോൾ എന്തോ ചെയ്യും, മിണ്ടാൻ പറ്റുമോ? പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ മിണ്ടിയില്ലെങ്കിൽ കർത്താവ് നിങ്ങളോട് തീർച്ചയായിട്ടും മറ്റുള്ളവരെ നിസ്സാരരെന്ന് കണ്ട കൊലപാതകത്തിൻ്റെ കീഴിൽ ഇത് വരും. ഞാനിത് പറയാൻ കാരണം, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന അനേകം പെൺകുട്ടികൾ വിവാഹം കഴിക്കാതെ ഇപ്പോഴും നിൽപ്പുണ്ട്. ഞാൻ കല്യാണം കഴിച്ചത് ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളെയാണ്. മിഷണറി ആയിരുന്നു, ഓൾറെഡി മിഷണറി ആയിരുന്ന ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. എന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ തന്നെ ഒരു ബന്ധു പറയാം, നീ എന്നാലും ഹിന്ദുവിനെ കല്യാണം കഴിക്കും നിങ്ങൾ വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ഏത് ഹിന്ദു? ഐ മാരിഡ് എ ക്രിസ്ത്യൻ, എ മിഷണറി. നോ, ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് പിള്ളേർ ഇതൊക്കെ എഴുന്നേറ്റ് ബ്രേക്ക് ചെയ്യണമെന്നാണ്. യൗവനക്കാരല്ല ഇത് ബ്രേക്ക് ആക്കാൻ പറ്റത്തുള്ളൂ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശാപങ്ങളിലൊന്നാണ് ഈ ജാതി തിരിച്ചുള്ള സെഗ്രിഗേഷൻ. വി ക്യാൻ ബ്രേക്ക് ഇറ്റ് ഓൺലി ഇഫ് ദ യങ്സ്റ്റേഴ്സ് കം അപ്പ് ആൻഡ് ടെൽ ദെയർ പേരൻസ്, ഞങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിനെതിരെ പാപം ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഡിഫൈ ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. കാരണം അതല്ലാതെ പോവില്ല. ഇത് എത്ര തൂത്താലും ജാതി പോവില്ല. നിങ്ങൾക്ക് നല്ല ദേഷ്യം കൊണ്ട് വരുന്നുണ്ടെന്നറിയാം, അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ
സഹോദരനോട് നിനക്കെന്തെങ്കിലും ഉണ്ടോന്നുള്ളതല്ല, നിനക്കൊന്നും കാണില്ല. അത് കർത്താവ് നല്ലൊരു ട്രിക്കാണ് പറഞ്ഞേക്കുന്നത്. കാരണം നമ്മൾ ആരോട് വഴക്കുണ്ടാക്കിയാലും നമുക്ക് അവരോട് ഞാൻ പണ്ട് ക്ഷമിച്ചതാ ബ്രദറെ, എനിക്ക് അങ്ങനെ ഒന്നുമില്ല, അത് നമ്മളങ്ങനെ പറയുള്ളൂ. അങ്ങനെ പറയുള്ളൂ, നമ്മുടെ സ്വഭാവം അതാണ്. ഞാൻ പണ്ടേ ക്ഷമിച്ചതാ. അങ്ങനെ നമുക്ക് തോന്നുന്നു ഉണ്ടാകാം, ഞാൻ ക്ഷമിച്ചതാണെന്ന് തോന്നുന്നുണ്ടാകാം. പക്ഷേ ഒരു മനുഷ്യനും അങ്ങനെ പെർഫെക്റ്റായിട്ട് ക്ഷമിക്കാൻ ക്രിസ്തുവിൻ്റെ അധിവാസമില്ലാതെ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കാര്യമല്ല. അവർ ഓൺ സോൾ ഈസ് ഡിസെപ്റ്റീവ്. എൻ്റെ ആത്മാവിൽ ചതിയുണ്ട്, എൻ്റെ പ്രാണനിൽ ചതിയുണ്ട്. അപ്പോൾ ഞാൻ ക്ഷമിച്ചു എന്ന് എനിക്ക് തോന്നാം, പക്ഷെ ശരിക്കും ക്ഷമിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് മറ്റേയാളുടെ ഫീലിങ്ങിനെ കുറിച്ച് നോക്കണം. ഞാൻ അവനുമായിട്ട് രമ്യപ്പെട്ടൊന്ന് മറ്റൊരാളെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവനോട് സോറി പറഞ്ഞിട്ട് ക്ഷമ പറഞ്ഞിട്ടോ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്ക്, പക്ഷേ അത് രമ്യപ്പെടാനുള്ള ആദ്യ പടി വെക്കാൻ എനിക്ക് കടമയുണ്ടെന്നാവും. കാരണം ഇവിടെ കർത്താവ് അതുകൊണ്ട് പ്രത്യേകമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ കർത്താവിന് മുമ്പിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അഭിനയിക്കുന്നത്. നമ്മൾ അപ്പം തന്നെ പറയാം, എൻ്റെ കർത്താവേ ഒന്നുമില്ല കർത്താവേ എന്ന് പറയുള്ളൂ. പക്ഷെ കർത്താവിന് അറിയാതെ ഉള്ളിലുണ്ടെന്ന്. അപ്പോൾ ഓൾവേസ് ദ ടെസ്റ്റ് ഈസ് ടു ലുക്ക് അറ്റ് ദ അതർ പേഴ്സൺ. നിങ്ങളുടെ സഭയിലുള്ള നിങ്ങളുടെ ശത്രു നിങ്ങളെക്കുറിച്ച് എന്താ കരുതുന്നത്? അയാൾക്ക് നിങ്ങളുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടോ? കർത്തൃമേശ എടുക്കാൻ പാടില്ല. ഇന്ന് സഭകളിൽ മുഴുവൻ ഛിദ്രമാണ്. ഈ ഛിദ്രത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്. സഹോദരങ്ങൾക്ക് പരസ്പരം കാണാൻ മേല, ഇഷ്ടമില്ല, ഒരാളെ നിസ്സാരനായി കാണുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്നാൽ സഹോദരന്മാരെ, 1-ാം വാക്യം, എനിക്ക് ആത്മീകന്മാരോടെന്ന പോലെയല്ല ജഡീകന്മാരോടെന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പം കൊരിന്ത് സഭയെ നോക്കുമ്പോൾ ശ്രദ്ധിക്കണേ, കൊരിന്ത് സഭയെ നോക്കുമ്പോൾ പൗലോസിന് തോന്നുകയാണ് കുറെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ജഡീകന്മാർ ഭക്ഷണമല്ല പാലത്ര നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. അപ്പം ഞാൻ അന്ന് നിങ്ങളുടെ കൊരിന്ത് സഭയിൽ ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് പാല് മാത്രമേ തന്നിട്ടുള്ളൂ, ഹോർലിക്സ് ഒക്കെ തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് തന്നാലും ഛർദ്ദിക്കുന്ന അത്ര ദുർബലമായൊരു ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ടാണ് നിങ്ങളിരുന്നത്. ഇപ്പം ഞാൻ ദൂരെ പോയിട്ട് തിരിച്ചു വന്നപ്പം അതുപോലെ തന്നെ ഇരിക്കുകയാണ്, അതേ പാലുപൊടി. അവർക്ക് അറ്റ്ലീസ്റ്റ് പാലെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നു. ഇന്ന് മയക്കുപൊടി കലക്കിയ പാല് പോലെ ഇരിക്കുന്ന വെള്ളമാണോ കുടിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. എന്താണ് ഈ ഈർഷ്യ എന്ന് പറയുന്നതും പിണക്കമെന്ന് പറയുന്നതും? അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരനെന്നും മറ്റുള്ള ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ, നിങ്ങൾ കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് എന്ത് പരിജ്ഞാനമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇത് നമ്മൾ ഏതെങ്കിലും ഒരു സഭയിൽ ഇങ്ങനെ സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടെങ്കിൽ ആ സഭയിൽ ഒരക്ഷരം പോലും കർത്താവിൻ്റെ പരിജ്ഞാനം പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഞാനൊരു സഭയിൽ, മധ്യ തിരുവിതാംകൂറിലൊരു സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗിച്ച് 8:45 വരെ പ്രസംഗം. 8:20 ആയപ്പോഴേക്കും എന്നോട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഞാൻ ഈ ജനത്തോട് സംസാരിക്കുന്നില്ല. ഞാൻ ബൈബിൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിപ്പോയി എന്ന്. അവർക്കിത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയായിരുന്നു. അപ്പോൾ പിന്നെ മനസ്സിലായത് ആ ചർച്ചിൽ പൊളിറ്റിക്സ് കൊണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിരിക്കും. അവിടെ കർത്താവിനെ കുറിച്ച് പറയണമെങ്കിൽ ആദ്യം ക്ഷമിച്ചിട്ടേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അത് പറ്റാത്തിടത്തോളം കാലം യേശുക്രിസ്തുവിനെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ആ കർത്തൃമേശയിൽ ശരിക്കും കർത്താവല്ല. അപ്പം യാഗം കഴിക്കുമ്പോൾ നിങ്ങളുടെ സഭയിൽ പരസ്പരം ഒരു ശരീരം ഞങ്ങൾ എന്ന് തോന്നുന്നില്ലെങ്കിൽ അതൊരിക്കലും യേശുക്രിസ്തുവിൻ്റെ ശരീരമല്ല. അവിടെ ക്രിസ്തുവിൻ്റെ ഒരു പരിജ്ഞാനവും പ്രസംഗിക്കാൻ സാധിക്കത്തില്ല. ഇത് കൊരിന്ത് സഭയിൽ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ പല സഭകളിലും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വളരാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുത്തുകൊണ്ട്, ഇഷ്ടമില്ലാതെ മത്സരിച്ചുകൊണ്ട് കർത്തൃമേശ എടുക്കുന്നുണ്ട്. ബിക്കോസ് ദേ ആർ സ്പിരിച്വലി സിക്ക്. ദേ കാൺട്ട് ലിസൺ എനിത്തിങ് സബ്സ്റ്റാൻഷ്യൽ. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളൊരു കർത്താവിൻ്റെ അടുത്ത് സ്തോത്രം, കർത്താവെ, നമ്മൾ സ്തോത്രം ചെയ്യുന്നത് എങ്ങനെയാണ്? സ്തോത്രം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സാധാരണ സ്തോത്രം, ഈ പെന്തക്കോസ്ത് ചർച്ചിൽ സാധാരണ സ്തോത്രം ചെയ്യുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ ആഴ്ച എന്നെ നടത്തിയ ദൈവം, ഇന്നലെ രാത്രി എന്നെ നടത്തിയ ദൈവം, ഈ രാത്രികാലം മുഴുവൻ, ഈ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ നടത്തിയ ദൈവം. മാസാവസാനം എന്താ പറയും? ഈ മാസക്കാലം മുഴുവൻ ഞങ്ങളെ നടത്തിയ ദൈവം. വർഷാവസാനമാണല്ലോ,
ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവൻ ഞങ്ങളെ നടത്തിയത്. ഇനി കുറച്ച് കൂടുതൽ നന്ദിയുള്ളവരാണെങ്കിൽ പറയും, ഇത്രത്തോളം, പ്ലീസ് നോട്ട് ദ വൈബ്രേഷൻ, ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ ദൈവം. ഇവരെക്കുറിച്ച് 2 പത്രോസിന്റെ ലേഖനത്തിൽ എന്താ പറയുന്നറിയോ? ഹ്രസ്വദൃഷ്ടിക്കാരെന്നാണ്. ഈ ഹ്രസ്വദൃഷ്ടിയുടെ പ്രത്യേകത എന്നാണ്? ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ണട എടുക്കാൻ മറന്നു എന്നുള്ളതുകൊണ്ട്. എനിക്ക് ഹ്രസ്വദൃഷ്ടിയും ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും ഉണ്ട്. മുകളിലത്തെ ഭാഗം ഷോർട്ട് സൈറ്റും താഴത്തെ ഭാഗം ലോങ് സൈറ്റുമാണ്. അപ്പോൾ ഈ ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ളത് കാണാം, അകലെയുള്ളത് കാണാൻ പറ്റില്ല. പിള്ളേരെല്ലാം വെച്ചേക്കുന്ന കണ്ണട ഷോർട്ട് സൈറ്റിൻ്റെ കണ്ണട. അവർക്ക് ബോർഡ് കാണാൻ പറ്റില്ല, ദൂരെയുള്ള കാണാൻ പറ്റില്ല, അടുത്തുള്ള കാണാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആത്മീക ഹ്രസ്വദൃഷ്ടി എന്നാണ്. ആത്മീക ഹ്രസ്വദൃഷ്ടിയുള്ളവരും അവർ കുരുടന്മാരത്ര എന്നാണ്. അപ്പം ശരിക്കും ആത്മീകമായിട്ട് നിങ്ങൾക്ക് ഹ്രസ്വദൃഷ്ടിയാണെങ്കിൽ നിങ്ങൾ ആരാണ്? കുരുടന്മാരാണ്. അപ്പം ആത്മീക കുരുടത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? പുറകോട്ട് നോക്കുമ്പം ഇന്നലെ കാണാം, മിനിയാന്ന് കാണാം, കഴിഞ്ഞ ആഴ്ച കാണാം, കഴിഞ്ഞ ആഴ്ചക്കാലം മുഴുവൻ കാണാം, അതൊക്കെ കാണാം, കഴിഞ്ഞ വർഷക്കാലം മുഴുവൻ കാണാം, ജനിച്ചപ്പം മുതലുള്ള കാണാം. പക്ഷെ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു എനിക്കായി ക്രൂശിൽ മരിച്ച് എന്നെ വീണ്ടെടുത്തത് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പത്രോസ് പറയാണ്, നിങ്ങൾ ഹ്രസ്വദൃഷ്ടിയുള്ളവരും പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയവരുമാണ്. കാരണം എന്താ? നമ്മൾ ഈ സ്തോത്രം പറയുമ്പോൾ നമ്മുടെ ഓർമ്മ കാൽവരി വരെ എത്തുന്നില്ല. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ചർച്ചകളിൽ ഇത് പറയുന്നില്ല. സ്തോത്രം ചെയ്യുമ്പോൾ എന്താ നമ്മൾ പറയേണ്ടത്? സ്തോത്രം ചെയ്യുമ്പോൾ ഞാൻ പറയും, എൻ്റെ കർത്താവേ, എൻ്റെ അസംഖ്യം പാപങ്ങൾക്ക് വേണ്ടി ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ അനുഭവിച്ച കാൽവരി ക്രൂശിൽ കിടന്ന എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇത്ര വലിയ പീഡനം അനുഭവിച്ച കർത്താവേ, ന്യായപ്രമാണത്തിൻ്റെ അന്ത്യം വരെ നീ എന്നെ നടത്തിയതിനായിട്ട് സ്തോത്രം, എന്നെ നീതിമാനാക്കിയതിനായിട്ട് സ്തോത്രം, എനിക്ക് യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നിന്റെ മകനാക്കി എന്നെ മാറ്റിയതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞിട്ട് അങ്ങേ അപ്പുറത്ത് നിൽക്കുന്ന കണ്ടില്ലേ പാപം ചെയ്തിട്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താ? ഞാനിപ്പോൾ കർത്താവിനോട് പറഞ്ഞത്, ഈ പാപികളിൽ 1-ാം നമ്പർ ഞാനാണ്. എന്നോട് ക്ഷമിച്ച നിനക്ക് ഇവനോട് ക്ഷമിക്കുക ഈസിയാണ്. അപ്പോൾ അവിടെ നമുക്ക് പരസ്പരം ക്ഷമയില്ലെങ്കിൽ സ്തോത്രം ഉയരുന്നില്ല. അവർ പരീശന്മാർ കൂട്ടമായിട്ട് നിന്നുകൊണ്ട് പറയാണ്, അവനേക്കാൾ ഞാൻ നല്ലവനാകയാൽ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരൻ കള്ളനും ഞാൻ സത്യസന്ധനുമാകയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നമുക്ക് പെട്ടെന്ന് പോകാം. ഇനി അടുത്തത് വ്യഭിചാരം എന്ന ലിസ്റ്റ്. വലിയ വലിയ പാപങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ ഇട്ടിരിക്കാം. ആദ്യം എന്താണ്? കൊലപാതകം. കൊലപാതകത്തിൻ്റെ ലിസ്റ്റിൻ്റെ ആ ടൈറ്റിലിനടിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? നിസാരാന്ന് വിളിക്കുന്നത്, പിന്നെന്താ? കോപിക്കുന്നത്, നിസാരാന്ന് വിളിക്കുന്നത്, മൂട എന്ന് വിളിക്കുന്നത്, സഹോദരൻ എന്നോടൊരു ദുഃഖമുണ്ടെങ്കിൽ അത് അവഗണിക്കുന്നത്. ഇതിനെല്ലാം നമ്മൾ ഒരു ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത് കൊലപാതകം. ഇനി അടുത്ത വ്യഭിചാരം. ഭയങ്കര ഹെവി കാര്യങ്ങളാണ്. വ്യഭിചാരത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ 2-3 കാര്യങ്ങൾ ഈ വ്യഭിചാരമായിട്ട് ബന്ധിപ്പിച്ച് പറയാനുണ്ട്. ഞാൻ സാധാരണ വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ വ്യഭിചാരത്തെക്കുറിച്ചൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. നിങ്ങളെൻ്റെ പ്രസംഗത്തിൽ അത്ര കേട്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ കാരണം എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരെല്ലാം ഭയങ്കര വിശുദ്ധന്മാർ, ഡീസൻ്റോ എന്നുള്ളൊരു അസംഷനിലാണ് ഞാനത് ഇവരോട് പറയേണ്ട കാര്യമില്ല എന്നങ്ങ് തോന്നാറാണ് പതിവ്. പക്ഷേ ഈ ഗിരിപ്രഭാഷണം പറയുമ്പോൾ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. ഇവിടെ പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അപ്പോൾ സ്ത്രീയെ ആയാലും പുരുഷനെ ആയാലും മോഹിക്കേണ്ടതിന് നോക്കിയാൽ, അതായത് ഈ ആളെ എനിക്ക് മോഹം, എനിക്കൊരു ലൈംഗികമായ സംതൃപ്തിക്ക് വേണ്ടി ഇയാളെ വേണമെന്നുള്ളിൽ തോന്നിയാൽ, അങ്ങനെ ഒരു ആഗ്രഹം ഒരു പുരുഷനോടോ സ്ത്രീയോടോ തോന്നിയാൽ അത് വ്യഭിചാരത്തിൻ്റെ കീഴിൽ വരും. ചെയ്തു പോയി എന്നാണ്. അതായത് എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ചെയ്തു പോയി, കമ്മിറ്റഡ്. അടുത്തത് എന്നിട്ട് പറയാണ്, നിന്റെ വലങ്കണ്ണാണ് നിനക്കത് ഇടർച്ചയാക്കിയതെങ്കിൽ അതെടുത്ത് ചൂഴ്ന്നെടുത്ത് കളയുന്നതാണ് നിനക്ക് നല്ലത്. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിലൊന്നും നശിച്ചു പോകുന്നതാണ് നിനക്ക് നല്ലത്. അത് വ്യഭിചാരം എന്ന പാപം മരണകരമായൊരു പാപമായിട്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അതായത് വേറെ ഏതു പാപവും നമ്മൾ ബുദ്ധി കൊണ്ടാണ് ചെയ്യുന്നത്. എന്നാൽ വ്യഭിചാരം എന്ന പാപത്തിൽ ഒരു ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇൻവോൾവാണ്. അതുകൊണ്ട് ഒരു കൈ കൊണ്ട് ഒരുത്തിനെ വെട്ടിക്കൊന്നല്ല, എന്നത്തെ കൈ കൊണ്ട് ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഒരു വർക്ക് ചെയ്യാണ്. എന്നാൽ വ്യഭിചാരം ചെയ്യുമ്പോൾ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പാപത്തിൽ ഇൻവോൾവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമായ ശരീരം ഈ പാപം ചെയ്യുമ്പോൾ ഇത് കമ്മിറ്റിംഗ് ഓഫ് അഡൾട്ടറിയാണ്.
മോഹിക്കുന്നതല്ല. അത് കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത് മാരകപാപമാണ്. അപ്പോൾ വ്യഭിചാരം എന്ന് പറയുന്നൊരു മാരകപാപം ആയിട്ട് നമ്മൾ കാണേണ്ടി വരും. കാരണം ദാറ്റ് വൺ സിൻ ഈസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ഓൾ അതർ മോറൽ സിൻസ്. ബൈബിളിൽ ഏറ്റവും കഠിനമായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന പാപം എന്ന് പറയുന്നത് വ്യഭിചാരം എന്ന പാപമാണ്. ഫോർണിക്കേഷൻ, അതായത് വിവാഹം കഴിക്കാത്തവർ തമ്മിലുള്ള ബന്ധമായാലും വിവാഹം കഴിച്ചവർ അവരുടെ പാർട്ട്നേഴ്സ് അല്ലാത്തവരുമായി ഏത് തരത്തിലുള്ള ഇമോഷണൽ എന്താ പറയുന്നത് ചാറ്റിങ്, പിന്നെന്തോ ഒരു അവരെ കാണുമ്പോൾ എനിക്ക് അനുവദിക്കാൻ പറ്റാത്ത ഒരു വികാരം. ഇതെല്ലാം വ്യഭിചാരം എന്ന വലിയ 4 അക്ഷരങ്ങളുടെ കീഴിൽ എഴുതപ്പെടുന്ന കാര്യമാണ്. ഇന്ന് ശുശ്രൂഷകർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ പല ശുശ്രൂഷകരും വീണു പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വീണു പോയിട്ട് അവരെ ദൈവം കരഞ്ഞ് നിലവിളിച്ച് കഴിയുമ്പോൾ ഇവർ ദൈവത്തിന് ക്ഷമിക്കും, തീർച്ചയായിട്ടും കർത്താവ് ക്ഷമിക്കാതിരിക്കത്തില്ല. പക്ഷേ പിന്നെ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇയാൾ പിന്നെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആൾക്കാരെല്ലാം പറയുന്നത് എന്തായിരിക്കും? എന്തായിരുന്നു അന്ന് പടക്കം പൊട്ടുന്ന പോലായിരുന്നു ശബ്ദം, എന്നിട്ട് കയ്യിലിരിപ്പ് ഇതായിരുന്നു. ഈ ആർക്കറിയാൻ മാനസാന്തരപ്പെട്ടതാണോ? ഈ അപവാദം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഇയാൾ ചെല്ലുന്നിടത്തല്ല. അതുകൊണ്ട് ഒരിക്കലും ഈ കേസിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. ഈ ബാക്കിൽ പോയി ഇരിക്കാനേ പറ്റുള്ളൂ. കാരണം ലോകാപവാദം എന്ന് പറഞ്ഞൊരു സാധനം ഇത് ദൈവത്തിൻ്റെ നാമത്തിന് വരുത്തും. അപ്പോൾ ഗിരിപ്രഭാഷണത്തിലെ മോറൽ നിലവാരം എന്ന് പറയുന്നത്, അപ്പോൾ എന്തൊക്കെ വ്യഭിചാരത്തിൻ്റെ കീഴിൽ വരുന്നത്? നോട്ടം, ചുമ്മാ നോട്ടമല്ല, മോഹം, അതായത് ആഗ്രഹത്തോടുകൂടി നോക്കുന്നതും പാവമാണ്. നമ്മുടെ ഋഷിരാജ് സിംഗ് പറഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. പുള്ളി പറഞ്ഞ 14 സെക്കൻഡ് എൻ്റെ ഓർമ്മ, 14 സെക്കൻഡ് ഒരു സ്ത്രീയെ നോക്കിയാൽ പിടിച്ചകത്തിടാൻ പോലീസുകാരോട് പറഞ്ഞിരുന്നു. ഈ മോഹം ഇല്ലെങ്കിൽ 14 സെക്കൻഡ് ആരും നോക്കില്ല. ഋഷിരാജ് സിംഗിന് ബൈബിൾ അത്ര അറിയത്തില്ലെങ്കിലും ബോധമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടി, കർത്താവിൻ്റെ പ്രസാദത്തിനു വേണ്ടി, പ്രത്യേകിച്ചും ശുശ്രൂഷയിലുള്ളവർ എല്ലാവരും കൊടുക്കേണ്ട ഒരു വലിയ വിലയാണ് നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത്. അതായത് ലൈംഗികമായ വിശുദ്ധി, ഏകാഗ്രത എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു തരത്തിലുള്ള വ്യഭിചാരം. ഇനി അടുത്ത തരത്തിലൊരു സ്റ്റാൻഡേർഡ് കൂടിയ വ്യഭിചാരമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 30-ാം വാക്യത്തിലാണ് പറയുന്നത്. 31-ാം വാക്യത്തിൽ, ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിക്കുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു, എന്തുകൊണ്ട് അവൻ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയാതെ അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിക്കുന്നു? ഇപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷൻ ഉപേക്ഷിക്കുകയാണ്. ഈ ബൈബിളിൽ പുരുഷൻ സ്ത്രീയെ ഉപേക്ഷിക്കുന്ന കാര്യം പറയുന്നുള്ളൂ, സ്ത്രീ പുരുഷനെ ഉപേക്ഷിക്കുന്ന കാര്യം പറയുന്നില്ല. കാരണം അങ്ങനെയുള്ളത് കുറവായിരുന്നു അന്ന്, അതുകൊണ്ടാണ് പറയുന്നത്. രണ്ടും ഒരുപോലെയാണ്. പക്ഷേ സ്ത്രീ പുരുഷനോട് വേണ്ടെന്ന് പറയുന്ന കുറവായിരുന്നു. പുരുഷനാണ് കുറേ കാര്യം വിട്ടിട്ട് പോകുന്നത്. അങ്ങനെയായിരുന്നു പണ്ട്. പുരുഷന്മാർ നമുക്കറിയാമില്ല, കണ്ടംപൂച്ചാണല്ലോ നാട് മുഴുവൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു അഗമ്യ ഗമനത്തിനുള്ള സാധ്യത കൂടുതലായിരുന്നു അന്ന് ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആയിരുന്നു താനും. അഗമ്യ ഗമനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഗമ്യമല്ലാത്ത ഗമനം. ഓക്കെ, പക്ഷേ ഇന്നത്തെ സാഹചര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 100 ഡൈവോഴ്സ് വരുമ്പം 65 പേരും സ്ത്രീകളാണ് ഫയൽ ചെയ്യുന്നത്. ഇപ്പം സംഗതി മാറിയിട്ടുണ്ട്. അപ്പം കർത്താവ് ഇന്നത്തെ ലെവലിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യയോ ഭർത്താവോ എന്നുള്ളതല്ല, സ്പൗസ്, നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആരായാലും ഒരാൾ ഉപേക്ഷിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ പറയുന്നത്? ഞാനിപ്പോൾ എൻ്റെ ഭാര്യ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഭാര്യയോട് പറയുന്നത്, ഞാൻ നിന്നെ വിട്ടു, നീ ആരെങ്കിലും കിട്ടി ജീവിച്ചോ. ഭാര്യ ഭർത്താവിനോട് പറയാണ്, ഇനി നിങ്ങളോട് താമസിക്കാൻ എനിക്ക് സൗകര്യമില്ല, ഞാൻ പോവാണ് എന്ന് പറയുമ്പം ഭർത്താവിനോട് ഈ ഭാര്യ എന്താ പറയുന്നത്? നീ ആരെങ്കിലും കല്യാണം കഴിച്ച് ജീവിച്ചോ, എന്നെ വിട്ടേക്ക്, ഗോ ആൻഡ് കമ്മിറ്റ് അഡൾട്ടറി. ഇയാളുടെ പറയുന്നത് ഗോ ആൻഡ് കമ്മിറ്റ് അഡൾട്ടറി. അപ്പം ഡൈവോഴ്സിനകത്ത് ഞാൻ നിന്നോട് വേർപിരിയും എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗോ ആൻഡ് കമ്മിറ്റ് അഡൾട്ടറി, നീ പോയി വിചാരം ചെയ്ത് ജീവിക്കും. അതിൻ്റെ ശിക്ഷയാണ് ഈ ഡൈവോഴ്സ് നോട്ടീസ് കൊടുക്കുന്നത്. ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു ഡൈവോഴ്സ് നോട്ടീസ് കൊടുത്തു. ഈ ഭാര്യ നിസ്സാര കാര്യങ്ങൾക്കെല്ലാം പോലീസ് കേസ് കൊടുക്കുകയായിരുന്നു. പുള്ളി മടുത്തായിരുന്നു. ഒരു ദിവസം പുള്ളി ഡൈവോഴ്സ് കേസ് കൊടുത്തു. ഡൈവോഴ്സ് കേസ് കൊടുത്തു എന്ന് മനസ്സിലായ ആ നിമിഷം ഞാൻ കമ്പ്യൂട്ടറിൽ വരുന്നൊരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്തു. നിങ്ങളെ സഭയുടെ എല്ലാവിധ ശുശ്രൂഷകളിലും പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കിയിരിക്കുന്നു. വേറെ നിവൃത്തിയില്ല. കാരണം ഒരാളുടെ പൊക്കോ വ്യഭിചാരം ചെയ്തോ എത്ര പ്രൊവോക്കേഷൻ ഉണ്ടായാലും
അവർ നിങ്ങളെ കൊല്ലാൻ വന്നാലും ഓടി രക്ഷപ്പെട്ട് വേറൊരിടത്ത് പോയി താമസിക്കല്ലാതെ ഡൈവോഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ പോയി വ്യഭിചാരം ചെയ്തോ, ഞാൻ എൻ്റെ വഴിക്ക് വ്യഭിചാരം ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ, ഈ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കഠിനമായിട്ട് നീ പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകാതിരിക്കുന്നതല്ലേ നല്ലത്? കാരണം കുറേ നാൾ കഴിയുമ്പോൾ വഴക്കാവും, തല്ലിപ്പൊളിയാവും. കല്യാണം കഴിക്കുന്നവർ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചാൽ മതി എന്നുള്ളൂ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അതിന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൂ. അതുകൊണ്ട് ശിഷ്യന്മാരിന്ന് കർത്താവിൻ്റെ ചോദിക്കുക, കർത്താവ് ഇതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ മാറാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാൻ പോകാതിരിക്കുന്നതല്ല നല്ലത്. അപ്പോൾ കർത്താവ് പറഞ്ഞ പോലെ നീ ഒന്നും കല്യാണം കഴിക്കാതിരിക്കുന്നതന്നെ നല്ലതെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഡൈവോഴ്സ് ചെയ്യണമെന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ കല്യാണം കഴിക്കണ്ട. കാരണം സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ണനായിട്ട് ജീവിച്ചു. അവിടെ പറഞ്ഞത് ദൈവം എന്നാലും അത് പൊറുക്കയില്ലെന്നാണ്. വാട്ട് എവർ ബി ദ കോൺസിക്വൻസ്. നിങ്ങൾ വേണേൽ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാം, അത് പൗലോസും പറയുന്നുണ്ട്. പക്ഷേ ഡൈവോഴ്സ് വേർപെടുവിച്ചാൽ അതിനർത്ഥം എൻ്റെ ഭാര്യ എന്നോട് ഭയങ്കരമായി തെറ്റ് ചെയ്തു, അല്ല എൻ്റെ ഭർത്താവ് എന്നോട് ഭയങ്കരമായി തെറ്റ് ചെയ്തു, ഞാനിതാ ഡൈവോഴ്സ് ചെയ്യുന്നു. അപ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നെ അങ്ങ് വിട്ടേക്കാം, നീ എന്നോട് എന്തെല്ലാം തെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ രക്ഷയ്ക്കും എതിരെയുള്ള, കാരണം സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. എന്നിട്ട് ഈ 4 പേരും കൂടെ ഒരു ഉടമ്പടിയാണ്. കല്യാണത്തിൻ്റെ സമയത്ത് മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും. കുറച്ചു നേരം കഴിയുമ്പോൾ അത് ഡൈവോഴ്സ് നമ്മളെ വേർപിരിക്കുന്നവരെ നാക്കിയാൽ അതിവിടെ നടക്കും. പക്ഷെ സ്വർഗത്തിലെ ആ ഫയലിനകത്തുണ്ടല്ലോ, ഇയാളുടെ ഭാര്യ ഇയാളെന്ന് എഴുതിയിട്ടുണ്ട്, അത് മരണം വരെ എന്ന് എഴുതി സീൽ ചെയ്തൊരു ബുക്ക് സ്വർഗത്തിലുണ്ട്. ആ പുസ്തകം ഇവിടെ ഇരുന്ന ജഡ്ജിക്ക് മായ്ക്കാൻ പറ്റത്തില്ല. അതും വ്യഭിചാരമാണ്. അപ്പൊ വ്യഭിചാരത്തിന്റെ കീഴിൽ എന്തൊക്കെയാ വന്നേക്കെന്ന് നോക്കി. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ എന്ത് കുഴപ്പമുണ്ടായാലും നിങ്ങൾ ഇങ്ങനെ പറയാണ്, വേണ്ടായിരുന്നു, നിന്നെ കെട്ടണ്ടായിരുന്നു, എവിടെയെങ്കിലും പൊക്കോ, ഞാൻ പോവാ. ഇതൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? വ്യഭിചാരത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. കാരണം അതെല്ലാം ഈ ബന്ധം മുറിക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന പാപമാണ്. വഴക്കുണ്ടാക്കി ഒന്ന് കൊടുത്താൽ വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞതാണ്, അതെല്ലാം പാപമാണ്. അതിനേക്കാളും ഗൗരവമാണ് റിജക്ഷൻ. വെൻ ഐ റിജക്റ്റ് ദാറ്റ് പേഴ്സൺ, എനിക്ക് നിന്നെ വേണ്ട, നിൻ്റെ കൂടെ താമസിക്കില്ല. നിങ്ങൾ പറയുമോ ദേഷ്യം വരുമ്പോൾ? യു ആർ സിന്നിങ് അഗെയിൻസ്റ്റ് ദ കവനന്റ്. ദൈവം തന്ന കവനന്റിനെതിരെ പാപം ചെയ്യുന്നു. ഞാൻ ഈ വിവാഹം ചെയ്ത ശേഷം ഡീസൻ്റ് ആയിട്ടുള്ള വ്യഭിചാരങ്ങളായത്. ഇവരെ ആരും വ്യഭിചാരി നാട്ടുകാരെ വിളിക്കത്തില്ല. പക്ഷെ ദൈവത്തിന് മുമ്പിൽ അത്, ഇപ്പോൾ ഒരാളെ ഡൈവോഴ്സ് ചെയ്ത് വേറെ ആളെ കെട്ടുമ്പം ജീവിതകാലം മുഴുവൻ അത് വ്യഭിചാരം എന്ന് സ്വർഗത്തിൽ എഴുതുക. കാരണം എന്താ? ഒറിജിനൽ ജീവിച്ചിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായ ഞെട്ടൽ മാറിയ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, അറിയായ്മയുടെ കാലത്ത് പലതും സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇത് പ്രസംഗിച്ച ശേഷം, നിങ്ങളിത് കേട്ട ശേഷം ഈ വചനം നിങ്ങൾക്കെതിരെ അവിടെ കിടന്ന് നിലവിളിക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ. ഓക്കെ, അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ വ്യഭിചാരത്തിൻ്റെ കീഴിൽ എന്തെല്ലാം ഉണ്ട്? നോട്ടം, ആഗ്രഹം, പിന്നെ ഫോർണിക്കേഷൻ, അഡൽട്ടറി, അതെല്ലാം റിയൽ സിൻസ്. അതുകൂടാതെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കവനൻ്റൽ റിലേഷൻഷിപ്പിനെതിരെയുള്ള എല്ലാം ഉപേക്ഷണത്തിലേക്ക് നയിക്കുന്നത്. ആ കർത്താവ് പറഞ്ഞു, ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ മനുഷ്യൻ, അത് ഭാര്യ ആയാലും ഭർത്താവായാലും, ഭർത്താവിൻ്റെ അപ്പനായാലും അമ്മയായാലും. ചില വീട്ടിൽ ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ നടത്തുന്നത് സ്പൗസസിൻ്റെ പേരൻസാണ്. അതായത് ഭർത്താവിൻ്റെ അപ്പനും അമ്മയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യയുടെ അപ്പനും അമ്മയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മകള് എപ്പോഴും അമ്മയെ വിളിച്ച് വയ്ക്കും, ഞാൻ എന്നാ ചെയ്യേണ്ടത്, എൻ്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, 2 വർത്താനം ഞാൻ തിരിച്ച് പറയട്ടെ. അപ്പം അമ്മ പറയും, നീ 2 വർത്താനം പറഞ്ഞ്, അല്ലെങ്കിൽ അവൻ നിന്നെ ഒതുക്കിക്കളയും. നമ്മളങ്ങനെ വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുക്കില്ല. ഈ മാതാപിതാക്കൾ പുറകിൽ നിന്ന് സ്ക്രൂ കയറ്റിവിടും. ഈ ഓരോ സ്ക്രൂവും മക്കളെ വ്യഭിചാരത്തോട് പറഞ്ഞു വിടുന്നതിന് തുല്യമാണ്. ഓരോ സ്ക്രൂവും. വെൻ യു ആർ അറ്റാക്കിംഗ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്, യു ആർ അറ്റാക്കിംഗ് ദ മോറൽ കോൺഷ്യൻസ് ഓഫ് ദോസ് പേഴ്സൺസ്. ദൈവത്തിൻ്റെ മോറൽ ലോയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണതെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ ഈ കല്യാണം കഴിയുമ്പോൾ 2-3 പ്രാവശ്യം കയറ്റി പറയിപ്പിക്കുന്നത്. മാതാപിതാക്കളെ, അയൽവക്കക്കാരെ, നാട്ടുകാരെ, ഇവരെ വിയോജിപ്പിക്കുന്ന ഒരു പരിപാടി നിങ്ങളുടെ ഹൃദയത്തിൽ പോലും തോന്നരുത്. അത് ഭാര്യയും ഭർത്താവിനും തോന്നരുത്, ആർക്കും തോന്നരുത്. കാരണം എല്ലാ ദിവസവും, ഞാനത് ആദ്യത്തെ ദിവസം നിങ്ങളോട് പറഞ്ഞത്, വീട്ടിൽ പോയിട്ട് കർത്താവിനോട് പറയണം, കർത്താവ് ഇയാളെ തന്നെ എനിക്ക് ഭർത്താവായി തന്നതിന്, ഭാര്യയായി തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പം നിങ്ങൾ എന്നോട് പറയുമായിരിക്കും, പാസ്റ്ററെ, പാസ്റ്ററിന് അറിയാൻ മേല ഞങ്ങൾ അനുഭവിക്കുന്ന എന്താണ്. നിവൃത്തിയില്ല പാസ്റ്റർ, എവിടെയെങ്കിലും ഓടിപ്പോണം തോന്നും. ശരിയാണ്.
പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, ദൈവം പ്ലാൻ ചെയ്ത കല്യാണത്തിനകത്ത് എങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുന്നത്? ഞങ്ങളാണെങ്കിൽ പ്രേമിച്ചിട്ടില്ല, നിർബന്ധം പിടിച്ചിട്ടില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവാലോചനയാണെന്നും വിചാരിച്ച് കെട്ടിയതാണ്, എന്നിട്ട് ഇങ്ങനെ അതുകൊണ്ട് അങ്ങനെ ആയത്. കാരണം ദൈവം കല്യാണം കഴിപ്പിക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടെ മാളിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ച് ഐസ്ക്രീമും തിന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇടാനാണോ നിങ്ങളെ കല്യാണം കഴിപ്പിക്കുന്നത്? അല്ല. ഇടയ്ക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, വഴക്കുണ്ടാവും. അന്നേരം സബ്മിഷൻ എന്താണെന്ന് പഠിക്കും, കീഴടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കും, അനുസരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കും, സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കും, ക്ഷമിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കും, രമ്യപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കും. നിങ്ങൾ ക്ഷമ കുറഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങളെ ക്ഷമ പഠിപ്പിക്കുന്ന ഒരാളെ ആയിരിക്കും ദൈവം തരുന്നത്. കാരണം ദൈവത്തിൻ്റെ ഉദ്ദേശം വിശുദ്ധീകരണമാണ്. നിങ്ങൾ ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ദേഷ്യം ഒട്ടും വർക്ക് ചെയ്യാത്ത ഒരാളായിരിക്കും. എത്ര ദേഷ്യപ്പെട്ടാലും മൈൻഡ് ചെയ്യാത്ത ആളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ മാത്രമല്ല എറിഞ്ഞ് പൊടിച്ചിട്ട് സമാധാനമായിട്ട് ഇറങ്ങി പോകേണ്ടി വരും. ഷീ വിൽ നോട്ട് മൈൻഡ്. അങ്ങനെ പതുക്കെ പഠിക്കും. മനുഷ്യൻ്റെ ദേഷ്യം കൊണ്ട് ദൈവത്തിൻ്റെ നീതി വരുന്നില്ല. യു ലേൺ സ്ലോലി. ഓക്കെ, ഇനി അടുത്തത് സത്യം ചെയ്യരുതെന്നുള്ളതാണ്. ഇനി ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യും. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്ന വ്യഭിചാരം ചെയ്യുന്നു പറയാനുള്ള കാരണം എന്താണ്? കാരണം വേറൊരാളുടെ ഭാര്യയാണ്. മരണം സംഭവിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ മരണം സംഭവിക്കാത്തടത്തോളം കാലം ഡൈവോഴ്സ് ആയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളൊരാളെ കല്യാണം കഴിച്ചാൽ അപ്പോഴും ദൈവത്തിൻ്റെ ഡയറിയിൽ, ദൈവത്തിൻ്റെ ഒരു ഡയറി ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല, പുസ്തകമുണ്ട്, അതിനകത്ത് അവർ ഭാര്യാഭർത്താക്കന്മാരാണ്. ഓക്കെ, ഇനി അടുത്തത് സത്യം ചെയ്യുന്നതിനെ കുറിച്ചാണ്. നല്ല സ്പീഡിൽ പോകുന്നുണ്ട്, നല്ല സ്പീഡല്ലേ ഇപ്പം? അപ്പോൾ കർത്താവ് നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് സത്യം ചെയ്യരുത്. കള്ളസത്യം ചെയ്യരുതെന്നായിരുന്നു പഴയ നിയമത്തിൽ. അപ്പോൾ നമ്മളൊരു വലിയൊരു വ്യത്യാസം കാണാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ പറഞ്ഞതുപോലെ അല്ല കർത്താവ് പുതിയ നിയമത്തിൽ പറയുന്നത്. ദർ ഇസ് എ മാർക്ക്ഡ് ഡിഫറൻസ്. നമ്മൾ 38 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ വി വിൽ എക്സാമിൻ ദാറ്റ് ഇൻ ഡീറ്റെയിൽ. എന്താണ് ഈ പഴയ നിയമത്തിൽ പറഞ്ഞത് ഈ പുതിയ നിയമത്തിൽ പറഞ്ഞതുള്ള വ്യത്യാസം? വി വിൽ സീ ദാറ്റ് ലേറ്റർ. ഓക്കെ, കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്ത് കർത്താവിനെ നിവർത്തിക്കണമെന്നും പൂർവന്മാരുടെ അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത്. അപ്പം പൂർവന്മാരുടെ പരിപാടി ഒന്നും പോരാ, ഇനി എന്തു വേണം? ഞാൻ പറയുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ നിയമം. പൂർവന്മാർ പറഞ്ഞതെല്ലാം പുറമേ ഉള്ള ഒരു തോട് മാത്രമായിരുന്നു, പക്ഷേ അതിലെ അകത്തെ കാമ്പെന്ന് പറയുന്നത് ഞാൻ പറയുന്നതാണ്. അപ്പോൾ സത്യം ചെയ്യരുത്, സ്വർഗത്തെ കൊണ്ടരുത്, ഭൂമിയെ കൊണ്ടരുത്, യെരുശലേമിനെ കൊണ്ടരുത്, തലയെ കൊണ്ടരുത്. ഓക്കെ, നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്നും ഇല്ല എന്നുമായിരിക്കണം. ഇതിലധികമായത് ദുഷ്ടങ്കിൽ നിന്ന് വരുന്നു. ഇനി ഞാനൊരു ചെറിയൊരു സ്റ്റോറിയിലൂടെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ രക്ഷാ അനുഭവത്തിൽ വരുന്ന 94 കോളേജ് പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഹോസ്റ്റലിൽ നിൽക്കുമ്പം രക്ഷിക്കപ്പെട്ട സമയമായതുകൊണ്ട് സത്യം പറയണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. അതായത് അബദ്ധത്തിൽ പോലും ഒരു കള്ളം പറയരുത് എന്നുള്ളതാണ്. അതിനുവേണ്ടി വളരെ സൂക്ഷിക്കും. നമ്മൾ എന്ത് പറയുമ്പോഴും സൂക്ഷിച്ച് പറയും. അപ്പം പതുക്കെ ഞങ്ങളുടെ ഹോസ്റ്റലിലെ വാർഡൻ എന്നെ ഭയങ്കര വിശ്വാസമായി. ഞാൻ എന്ത് പറഞ്ഞാലും പുള്ളി അതുപോലെ വിശ്വസിക്കും. ഞാൻ പറയും ഇപ്പോൾ വെളിയിൽ മഴയാന്ന് പറഞ്ഞാൽ ആണോ കുട എടുത്തുകൊണ്ട് വരാൻ പറയും. അത്ര വിശ്വാസം. ഏതെങ്കിലും പിള്ളേർ വഴക്കുണ്ടാക്കി ഉടനെ പറയും ചേസിനെ വിളിക്കാമെന്ന് പറയും. ഞാൻ ചെല്ലും, ഞാൻ പറയും ഇങ്ങനെ അയാളെ മാന്തി ഇയാളെ തൊഴിച്ചു. ഓക്കെ, പിന്നെ അവരോടൊരു ചോദ്യമില്ല. ഇങ്ങനെ ഞാൻ സുഖമായിട്ട് വാഴുകയായിരുന്നു. അതായത് എന്ത് പറഞ്ഞാലും വാർഡനും കേൾക്കുകയും രസമല്ലേ. പക്ഷേ ദുർവിനിയോഗം ചെയ്തില്ല, ചെയ്യാതെ സൂക്ഷിച്ചു. കാരണം ഇത് പൊട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെ സത്യസന്ധനായി അഭിനയിച്ച് ഞാൻ ആദ്യകാലങ്ങളൊക്കെ ചെലവഴിച്ചു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം എനിക്കൊരു വല്ലാത്ത ബുദ്ധി തോന്നി. പതിവില്ലാതെ ഞാനൊരു കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ടിരുന്നു പഠിച്ചു. കുറേ പെൻഡിങ് ആയിരുന്നു, ഒത്തിരി പഠിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം തലേദിവസം രാത്രി 1 മണിക്കൂർ മറ്റോ ഉറങ്ങിയുള്ളൂ. ഫുൾ ടൈം ഇങ്ങനെ എഴുതി പഠിച്ച് പിറ്റേ ദിവസം രാവിലെയായി ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം എഴുന്നേറ്റ് പോയി. രാത്രിയായി 11 മണിയായി, ബോധം പോയി, ഒറ്റ ഉറക്കം ഉറങ്ങി. അന്ന് രാത്രിയിൽ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ഞാൻ താമസിച്ചിരുന്ന റൂമിൻ്റെ വെളിയിൽ അതിൻ്റെ താഴെ റൂമിൻ്റെ ഒരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അവിടെ ഒരു നമ്മുടെ പഴയ കറക്കുന്ന ഫോണുണ്ടല്ലോ, റിങ്, ആ ഒരു ഫോൺ ഇങ്ങനെ വയറിൽ ഒരു പടിയിൽ വെച്ചായിരുന്നു. ആ ഹോസ്റ്റലിൽ ഒരുത്തൻ, അന്ന് പുതുതായിട്ട് വന്ന ഒരുത്തൻ, ഈ പടിയിലൊരു ഗുണ്ട് കൊണ്ടുപോയി വെച്ച് അത് പൊട്ടിച്ചു. ഗുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായ ഭയങ്കര പടക്കം. ആ പടക്കം വെച്ച് ആ
ടെലിഫോൺ ചിതറിപ്പോയി, എൻ്റെ റിസീവർ ഇങ്ങനെ തൂങ്ങിക്കിടന്നു. അത് വെച്ചിരുന്ന സ്റ്റാൻഡ്, തടിയുടെ സ്റ്റാൻഡ് ചിന്ന ഭിന്നമായിപ്പോയി. അവിടുന്ന് 100 മീറ്റർ ദൂരെ ചാലുകുന്ന് ജംഗ്ഷനിൽ നിന്ന് ഒരാൾക്കാർ ഓടി വന്നു ഈ സൗണ്ട് കേട്ടിട്ട്. എല്ലാവരും ചാപ്പലിൽ കൂടി. ഉടനെ വാർഡൻ പെട്ടെന്ന് ചേസ് എവിടെ? കാരണം ഞാനാണ് അവിടുത്തെ എന്താ പറയുന്നത്, ഈ വാർഡൻ്റെ സത്യം സൂക്ഷിപ്പുകാരൻ. ഞാനില്ല, ഞാൻ ഭയങ്കര ഉറക്കം. ഈ ഗുണ്ട് പൊട്ടിയത് ഞാൻ അറിഞ്ഞില്ല. ആരോ വന്ന് എന്നെ തട്ടി എഴുന്നേപ്പിച്ചിട്ട് ഞാൻ എന്തോ ബോംബ് പൊട്ടി താഴെ. ഞാൻ ഓടി ചെന്നപ്പം പറഞ്ഞു ചേച്ച എന്തെങ്കിലും അറിയാം? ഞാൻ പറഞ്ഞു എന്താ സാർ, ബോംബ് പൊട്ടി. എവിടെ? അപ്പം അറിഞ്ഞില്ല. ഇല്ല, എവിടെ നാട് മുഴുവൻ അറിഞ്ഞ? ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. പുള്ളിയുടെ ഉള്ളിലൊരു സംശയമുണ്ട്, ഞാനാണോ? എനിക്കറിയാം. ആ സംശയം പുള്ളി അങ്ങനെ വെച്ചോണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം പുള്ളി അപ്പം ഈ ബോംബ് പൊട്ടി കഴിഞ്ഞപ്പം പുള്ളിക്ക് ഏത് റൂമിൽ ചെന്നാലും വെടിമരുന്നിൻ്റെ മണം വരും. ഈ തിയറി ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. പുള്ളി ഏത് റൂമിൽ ചെന്നാലും ഇങ്ങനെ മണം പിടിക്കും. അപ്പോൾ ഒരു റൂമിൽ ഇരുന്നുകൊണ്ട് പുള്ളി ഇങ്ങനെ മണം പിടിച്ചു. പുള്ളിക്ക് എന്തോ സംശയം വന്നു. പുള്ളി ചേസിങ് വന്നേ, ഇവിടെ ഒരു വെടിമരുന്നിൻ്റെ മണം വരുന്നില്ല. അപ്പം ഞാൻ മൂക്കൊന്ന് വലിച്ചു. പക്ഷേ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ടും ഞാൻ നിങ്ങളോട് സത്യം പറയാം, ഇടേണ്ട കാര്യമില്ല, പറഞ്ഞു പോകും, ജലദോഷമായിരുന്നു. എനിക്കൊരു മണവും കിട്ടിയില്ല. ഞാൻ പോലെ പറഞ്ഞു എനിക്കൊരു മണവും കിട്ടുന്നില്ല, എനിക്ക് ജലദോഷമാണെന്ന് പറഞ്ഞ് ഇന്ന് കാണിച്ചു. പുള്ളിക്ക് അതോടെ മനസ്സിലായി ഞാനാണ് ബോംബ് വെച്ചത്, ഞാനല്ല. പിന്നെ ഞാൻ എന്നാ പറഞ്ഞാലും പുള്ളി വിശ്വസിക്കില്ല. ഉവ്വല്ല, ഇല്ല ഇല്ല അല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം ആണിടണം. അതായത് എൻ്റെ ക്രെഡിബിലിറ്റി പോയി. നമ്മൾ ഈ കള്ളം പറഞ്ഞ ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരുടെ മുമ്പിൽ ക്രെഡിബിലിറ്റി ഇല്ല. അപ്പം നമ്മൾ ആണയിടേണ്ടി വരും. സത്യമായിട്ടും ബ്രദറെ, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളം വിശ്വസിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് ആണ. ഓക്കെ ആണോ? അപ്പോൾ ആണയാണ് എല്ലാത്തിനും തീർച്ച വരുത്തുന്നത്. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് ഈ ആണയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. മനുഷ്യരോട് ആണ ഇടരുതെന്ന് പറഞ്ഞ ദൈവം എബ്രായ ലേഖനത്തിൽ പറയുന്നത് അവൻ ഒരാണയാൽ വാഗ്ദത്തം നൽകി. അപ്പൊ ഞാൻ ആലോചിച്ചു, മനുഷ്യരോട് ആണ ഇടരുതെന്ന് പറഞ്ഞ ദൈവത്തിനാണ്. കാരണം ഈ ദൈവം നമ്മളെ രക്ഷിക്കും എന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഈ പാപിയായ എന്നെ കർത്താവ് നിശ്ചയമായും സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കാൻ ഒരു രക്ഷയില്ല. എബ്രഹാമിനും അതേ പരിസ്ഥിതിയായിരുന്നു. എബ്രഹാമിന് നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകുമെന്ന് എബ്രഹാമിനോട് പറയുമ്പോൾ എബ്രഹാമിനെ നോക്കി സാറായെ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നടപ്പുള്ള പരിപാടിയല്ല. ഇനി നിങ്ങൾ ഇത്രയും ഞാൻ പ്രസംഗിച്ചല്ലോ, നിങ്ങളെ തന്നെ നോക്കിയിട്ട് സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്ന ഉത്തരം നടപ്പുള്ള പരിപാടിയല്ല. എബ്രഹാമിന് തോന്നിയവരെ തന്നെ നമുക്ക് തോന്നുള്ളൂ. ശരിയാണ്. അപ്പം എബ്രഹാമിൻ്റെ കർത്താവ് എന്ത് ചെയ്തൊരു ആണ കൊടുത്തു. ആണ സത്യം ചെയ്തു. എനിക്ക് ഭയങ്കര വിഷമം അത് വായിക്കുമ്പോൾ. കർത്താവിന് നമ്മളോട് സത്യം ചെയ്യേണ്ടി വരുക. കാരണം ദൈവം പറഞ്ഞാൽ പോലും വിശ്വാസമില്ല. ദൈവം പറഞ്ഞാൽ പോലും, ഇറങ്ങി വന്നു പറഞ്ഞാൽ പോലും മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് കർത്താവ് എബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകുമെന്ന് പറഞ്ഞ് നിർത്തിയില്ല, എന്ന് അവനോട് കൽപ്പിച്ചു. കൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിക്രി. ദൈവം കൽപ്പിച്ചു, ഓർഡർ പാസ് ചെയ്തു. അപ്പം അത് ഉറപ്പായി. ഉറപ്പായ വാഗ്ദത്തോടെ വെച്ചിട്ടാണ് ആണയിട്ട്. എന്തിനാ? ഈ വാഗ്ദത്തം ഉറപ്പിക്കാൻ വേണ്ടിയാ. അപ്പോൾ അവസാനം ഒരു ഇസാക്ക് മാത്രമേ ഉള്ളൂ. ഈ ആണയുടെ ശക്തി പറയാൻ വേണ്ടിയാ. അവസാനം ഇസാക്ക് മാത്രമേ ഉള്ളൂ, അല്ലേ? വയസ്സുമായി. അപ്പോൾ എബ്രഹാമിന് എത്ര വയസ്സായി? ഒരു 115 വയസ്സെങ്കിലും ആയി. സാറ മരിക്കാറായ സമയത്ത് കർത്താവ് എബ്രഹാമിനോട് പറയാണ്, നിന്റെ ഏകജാതനായ, അപ്പോൾ ഇസ്മായിലിനൊന്നും കർത്താവ് ചിന്തിക്കുന്നില്ല, ഇസഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുവന്ന് എനിക്കായിട്ട് യാഗം കഴിക്കണം. അപ്പം എബ്രഹാം എന്താ സാധാരണഗതിയിൽ ദൈവത്തോട് പറയേണ്ടത്? കർത്താവെ, നീയല്ലേ കർത്താവെ വാഗ്ദത്തം. എന്താ വാഗ്ദത്തം? നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാണ്.
ആകെ ഇസ്ഹാക്കല്ലേ ഉള്ളൂ. എൻ്റെ പ്രായം 115, എൻ്റെ ഭാര്യ ഇപ്പം മരിക്കാറായി. ഈ ഇസ്ഹാക്കിനെയും കൂടെ ഞാൻ യാഗം കഴിച്ചാൽ എൻ്റെ അവസ്ഥ എന്താകും കർത്താവേ എന്നല്ല ഞാനാണ് അങ്ങനെ ചോദിക്കില്ല. കാരണം എബ്രഹാമിന് ഇങ്ങനെ ദൈവത്തോട് പ്ലീഡ് ചെയ്തിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. സോദോം ഗൊമോറയെ നശിപ്പിക്കാൻ പോകുന്ന സമയത്ത് എബ്രഹാം കാല് പിടിച്ച് കരഞ്ഞ് നിലവിളിച്ച് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഒന്നും ഇപ്പം പറഞ്ഞില്ല. എന്താ കാര്യം എന്നറിയോ? പൗലോസാണ് അതിന് മറുപടി പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത്, പഴയ നിയമം ഒരിക്കലും ശാസ്ത്രിമാരും പരീശന്മാരും വായിച്ച പോലെ വായിക്കരുത്, അപ്പോസ്തലന്മാർ വായിച്ച പോലെ വായിക്കണം. അപ്പോഴാണ് എന്താണ് എബ്രഹാം അങ്ങനെ അനുസരിക്കാനുള്ള കാരണമെന്ന് മനസ്സിലാകുന്നത്. എബ്രഹാമിന് കൊടുത്ത ആണയുടെ പവർ അത്. കാരണം എബ്രഹാമിൻ്റെ കർത്താവ് പറഞ്ഞായിരുന്നു, എന്ത് സംഭവിച്ചാലും നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകും. അപ്പോൾ ഈ കൊച്ചുമായിട്ട് യാഗം അർപ്പിക്കാൻ പോകുമ്പോൾ എബ്രഹാമിൻ്റെ മനസ്സിൽ എന്താണെന്നാ പൗലോസ് പറയുന്നറിയോ? മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൽ. അപ്പോൾ ഈ ആണയിട്ടുകൊണ്ട് എന്തുണ്ടായി? അബ്രഹാമിന് എന്തുണ്ടായി? ഒരു വിശ്വാസം ഉണ്ടായി. എന്താ വിശ്വാസം ഉണ്ടായത്? ഈ ഇസ്ഹാക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം ഡിക്രി പുറപ്പെടുവിച്ചിരിക്കുന്നത് കൊണ്ട്, ആണയിട്ടിരിക്കുന്നത് കൊണ്ട് അതൊരിക്കലും മുടങ്ങുകയില്ല. ഞാൻ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. അതിൻ്റെ കൂടെ ഉണ്ടായ വിശ്വാസം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അതാണ് വിശ്വാസത്താലുള്ള നീതീകരണം, നീതീകരണത്തിന് ശേഷമുള്ള വിശുദ്ധീകരണം, വിശുദ്ധീകരണത്താലുള്ള അനുസരണം. അത് എബ്രഹാമിൻ്റെ ലൈഫിൽ നമുക്ക് കാണാം. എന്നിട്ട് എബ്രഹാം ഈ കൊച്ചുമായിട്ട് പോയി അവിടെ ചെന്നു. അപ്പോൾ എബ്രഹാമിൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിശ്വാസം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ഇത് റോമാലേഖനം 4:17. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൽ. അപ്പം അബ്രഹാം വിശ്വസിക്കുകയാണ്, ഞാൻ ഇവനെ യാഗം കഴിച്ചാലും ദൈവത്തിന് ഇവനെ വീണ്ടും പുനരുത്ഥാനം ചെയ്യിപ്പിച്ച് എനിക്ക് തരാൻ പറ്റും. കാരണം അവൻ്റെ ആണ അതുപോലെ കിടക്കുകയാണ്. ആ ആണ അവിടെ ഇല്ലെങ്കിലോ ഈ അനുസരണം ഉണ്ടാവില്ല. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ആണയാലാണ് എബ്രഹാം എന്ത് ചെയ്ത് വിശ്വസിച്ചത്. കാരണം ദൈവം എന്ത് ചെയ്തു? ഒരു ആണയിട്ടു. ഈ ആണ, നമ്മളെല്ലാം ആണയിടുമ്പം നമ്മളെക്കാൾ വലിയ ആൾക്കാരെ കൊണ്ട് ആണയിടുന്നത്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീട്ടിലെ പൂച്ചയാണ് സത്യം എന്ന് പറഞ്ഞ് ആണയിട്ടിട്ടുണ്ടോ? എൻ്റെ തലയാണ് സത്യം എന്ന് പറഞ്ഞാണ്. ചിലപ്പോൾ എൻ്റെ തലമുടിയാന്ന് പറയുമോ? ഇല്ല. കാരണം എന്താ? നമ്മളെക്കാൾ വലുതിനെ കൊണ്ട്. അപ്പോൾ കർത്താവിനേക്കാൾ വലിയ ആരുമില്ല. ഞാനുണ്ട് പുത്രനെ ചൊല്ലി ആണയിട്ടു. അതാണ് എബ്രായത്തിൽ പറഞ്ഞത്. പുത്രന് ദൈവമാണല്ലോ. ദൈവത്തെ ചൊല്ലി തന്നെ ആണയിട്ടിട്ട് പറഞ്ഞു, ഇവൻ്റെ പൗരോഹിത്യം എന്നേക്കുമുള്ളത്. ആണയാൽ അവനെ പുരോഹിതനാക്കി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ വാഗ്ദത്തം ഉറപ്പിക്കാൻ വേണ്ടി. അതുപോലെ എബ്രഹാമിനോട് പറയാണ്, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകും. ഇപ്പോൾ ആകെ ഉള്ളത് ആരാണ്? ഇസ്ഹാക്കാണ്. ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കാൻ പോകും. അപ്പോൾ എബ്രഹാമിൻ്റെ മനസ്സിൽ പറയാണ്, ഈ എബ്രഹാം എൻ്റെ മകൻ മരിച്ചാലും ദൈവം അവനെ പുനരുത്ഥാനത്തോട് തിരിച്ചു തരും. ഇനി അഥവാ കർത്താവ് തീരുമാനിക്കാൻ ഇസ്ഹാക്ക് പോട്ടെ എന്ന് വെച്ചാലും കുഴപ്പമില്ല. കാരണം ഇല്ലാത്തടത്ത് നിന്ന് ഉള്ളതുപോലെ ബഹുജാതികളിൽ നിന്ന് എനിക്ക് മക്കളെ ഉണ്ടാക്കി തരാൻ ദൈവത്തിന് പറ്റും. ഈ രണ്ട് വിശ്വാസം എബ്രഹാമിന് നിറവേറി. എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാകുന്നത്. എബ്രായ ലേഖനത്തിൽ പറയുന്നത്, എബ്രഹാം പുനരുത്ഥാനത്തിൽ നിന്നെന്ന പോലെ ഇസ്ഹാക്കിനെ തിരികെ പ്രാപിച്ചു. പിന്നെ പറയുന്നറിയോ? നമ്മളെപ്പോലെയുള്ള മഹാപാപികൾക്ക് അവൻ ആത്മീക പിതാവായി മാറി. വിശ്വാസത്തിൽ നമുക്ക് ബഹുജാതികൾക്ക് അവൻ അപ്പോൾ ഇല്ലാത്തടത്തുനിന്ന് വിളിച്ചു വാരി കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പുനരുത്ഥാനത്തിലൂടെ സ്വന്തം മകനെയും കൊടുത്തു. അതിൻ്റെ രസം എന്നറിയാം, ഈ വിശ്വാസം ഉള്ളിലേക്ക് വന്നപ്പോഴേക്ക് എബ്രഹാമിൻ്റെ സ്വഭാവം തന്നെ മാറി. ആ ആണ ഉണ്ടാക്കിയത് നോക്കി. എന്താ ഉണ്ടാക്കിയത് നോക്കി? ഈ ഒരൊറ്റ ആണ കൊണ്ട് എബ്രഹാമിനെ കർത്താവ് എങ്ങനെ മാറ്റിയത് നോക്ക്. ആ ഫെയ്ത്ത് അവൻ്റെ ഉള്ളിൽ വന്നപ്പോൾ അവൻ എങ്ങനെ നീതീകരിക്കപ്പെട്ടു, എങ്ങനെ വിശുദ്ധനായി, എങ്ങനെ അനുസരിക്കുന്നവനായി മാറി. അടുത്ത എന്താണെന്നറിയാം എബ്രായ ലേഖനത്തിൽ പറയുന്നത്? അതാണ് പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റിച്ച് എക്സ്പീരിയൻസ് ആണ്. അവിടെ പറയാണ്, നമുക്കൊരു കൊച്ചുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൊച്ച് 2 കൊച്ചുങ്ങളൊക്കെ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവനൊക്കെ പഠിപ്പിക്കാൻ വിടാൻ എന്താ ചിലവ്? അത് കഴിഞ്ഞാൽ സെറ്റിലാക്കണമെങ്കിൽ, ജോലി കണ്ടുപിടിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കൊച്ചല്ല 2 കൊച്ച്. അപ്പോൾ ഒരു കൊച്ചുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീടം കൊടുത്താൽ മതി. 2 പിള്ളേരുണ്ടെങ്കിൽ ഓരോരുത്തരും വീടുണ്ടാക്കി കൊടുക്കണം. അപ്പം നിങ്ങൾ ചോദിക്കായിരിക്കും, ഇവൻ ഉണ്ടാക്കില്ലെന്ന്. അവൻ ഉണ്ടാക്കും. എന്നാലും നമ്മൾ ഉണ്ടാക്കി കൊടുത്താലേ നമുക്കൊരു ബഹുമാനം കിട്ടുള്ളൂ. പണ്ടൊരാളെന്നോട് പറഞ്ഞ ഒരു മൊല്ലാക്കയാണ്, ഭയങ്കര പണക്കാരനാണ്. പുള്ളി ഇരുന്ന് കരച്ചില്ല. ഒരു സാറ് ചോദിച്ചാൽ, എന്താ മൊല്ലാക്ക കരയുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞ്, 16 തലമുറയ്ക്ക് ജീവിക്കാനുള്ള ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 17ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കുന്ന ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ പിള്ളേരെല്ലാം മന്ദബുദ്ധികളായി പോകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് പേടിച്ചിട്ടുണ്ടെന്ന് അറിയാൻ മേല നമ്മൾ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാക്കാതെ മരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. സന്തോഷമായാലും എല്ലാവർക്കും.
എൻ്റെ മക്കൾ എന്നേക്കാൾ മിടുക്കരാക്കുമെന്ന് നിങ്ങൾ ചില വാഗ്ദത്തങ്ങളൊക്കെ ചില പ്രവാചകന്മാർ പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഇതിനെ കഷ്ടപ്പെടുന്നു? അത് ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല. ഇനി അതോടെ കേട്ടോ, എബ്രഹാം ഇങ്ങനെ ഇസ്ഹാക്കിൻ്റെ പറയാം, മോനെ ഇസ്ഹാക്കെ, നമ്മുടെ വീട്ടിൽ 1-2 പിള്ളേരല്ല വരാൻ പോകുന്നത്. 10 പിള്ളേരെ 10 വീട് പണിതാൽ മതിയായിരുന്നു. 100 പേരായിരുന്നെങ്കിൽ ഒരു പട്ടണം പണിയായിരുന്നു. അല്ല 100,000 പേരാണ്. ഇതിപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇസ്ഹാക്കിനോട് അബ്രഹാം പറയാണ്, അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത്രയും പിള്ളേരെ ദൈവം തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ളൊരു നഗരവും കൂടെ കാണും. അതുകൊണ്ട് നമുക്ക് ടെൻറ്റ് മതി. ആലോചിക്കുക, ഫെയ്ത്ത് പോയ വഴി ഈ അതായത് നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആക്കുമെന്ന ഒരൊറ്റ വാഗ്ദത്തം അത് ആണയോടുകൂടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ എബ്രഹാമിൻ്റെ ക്യാരക്ടർ പറഞ്ഞാൽ നമ്മളെക്കാളൊക്കെ മോശമായിരുന്നു. ആദ്യം അബീമേലെക്ക് ഭാര്യയെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടപ്പോൾ എബ്രഹാം എന്താ പറയുന്നറിയാം? ഭാര്യ പറയാം, മോളെ സാറാ, നിന്നെ എന്തായാലും അവൻ കൊണ്ടുപോകും. പോകുന്ന വഴിക്ക് ഞാൻ നിൻ്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞേക്കണം. അതെന്തിനാ? ഭർത്താവാന്ന് പറഞ്ഞാൽ എന്നെ കൊന്നിട്ട് കൊണ്ടുപോകും, ആങ്ങളെയെന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലാതെ നിന്നെ കൊണ്ടുപോകും. അപ്പം ഞാൻ പോയാൽ അത് കുഴപ്പമില്ല, എൻ്റെ ജീവൻ രക്ഷിച്ചിട്ട് നീ പോകും. ഇങ്ങനൊരു ഭർത്താവിനെ ലോകത്ത് ഏതെങ്കിലും ഭാര്യ ബഹുമാനിക്കുമോ? പക്ഷെ അപ്പോഴും സാറ യജമാനനെ എന്ന് വിളിച്ച ഭർത്താവാണ് എന്നിട്ട് അബ്രഹാം പറഞ്ഞു, ശരി അങ്ങനെ ആയിക്കോട്ടെ, ആങ്ങളെ ആയിക്കോട്ടെ, ഞാൻ പോയാലും കുഴപ്പമില്ല, നിങ്ങളുടെ ജീവൻ രക്ഷിച്ചോ. ഓ എൻ്റെ ദൈവമേ, ആ എബ്രഹാമാണ് മരണത്തെയും പേടിയില്ല ജീവനെയും പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് അനുസരിക്കാൻ പോയത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ് മെയ്ഡ് ഹിം റൈച്ചസ്. അപ്പോൾ ദൈവത്തിന് മാത്രമേ ആണയിടാനുള്ള അധികാരമുള്ളൂ. കാരണം അത് നിവർത്തിക്കാൻ അവനറിയാം. നമുക്ക് ആണയിടാനുള്ള അധികാരമില്ല, കാരണം അത് നിവർത്തിക്കാൻ നമുക്ക് അറിയത്തില്ല. നമ്മൾ പറയാണ്, നാളെ ഞാൻ സത്യമായിട്ടും മിണ്ടല്ല, രാത്രി തട്ടിപ്പോയി എന്നാ ചെയ്യും? കാരണം നമുക്കൊരാണയും നിവർത്തിക്കേണ്ട കഴിവില്ല, ദൈവത്തിന് കഴിവുണ്ട്. ഈ കഴിവ് വെച്ചാണ് അവൻ നമുക്കൊരാണ ഇട്ടിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞ എന്താണെന്നറിയോ? നമ്മുടെ എബ്രായ ലേഖനം, ഈ റോമറും എബ്രായരും നിങ്ങൾ തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ടും പഠിക്കണം. എബ്രായ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ പറയുന്നത്, ആണയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെയാണ്, ഞാൻ വളരെ പെട്ടെന്ന് വായിക്കാം. ദൈവം എബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. തങ്ങളെക്കാൾ വലിയവനെ കണ്ടല്ലോ മനുഷ്യൻ സത്യം ചെയ്യുന്നതാണ് അവർക്ക് ഉറപ്പിനായി സകല ഭാഗത്തിനും തീർച്ചയാകുന്നു. അതുകൊണ്ട് ദൈവം, നമ്മളെക്കുറിച്ച് പറയാം, വാഗ്ദത്തത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തത് എന്ന് കാണിപ്പാൻ ഇച്ഛിച്ചുകൊണ്ട് ഒരാണയാലും ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആങ്കറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ. ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാനായിട്ട് വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓടി കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ്, എബ്രഹാമിനെ പോലെ. അപ്പോൾ എബ്രഹാമിന് ആണ കൊടുത്ത പോലെ കർത്താവ് നമുക്കൊരാണ തരുന്നു. അത് അവനെ തന്നെ ചൊല്ലിയുള്ള ആണയാണ്. എന്താണ് ആണ? അതൊരു പ്രത്യാശയാണ്. എങ്ങനെ പറയുന്നു നോക്കിയേ. അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കുവാൻ ഇടവരുന്നു. അപ്പം നമ്മുടെ അടുത്തേക്ക്, നമ്മൾ കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ കർത്താവ് അബ്രഹാമിന് കൊടുത്ത പോലെ ഒരാണ നമുക്ക് തരുന്നുണ്ട്. അതിൽ 2 കാര്യങ്ങളുണ്ട്. അത് 2ഉം ഒരിക്കലും മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ കാര്യങ്ങളാണ്. അത് അടുത്ത വാക്യത്തിൽ പറയാണ്, ആ പ്രത്യാശ നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരം തന്നെ. നങ്കൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആങ്കർ. ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തുണി തൂക്കിയിടുന്ന ഹാങ്കർ അല്ല. ഹാങ്ങർ, അത് ഹാങ് ചെയ്യുന്ന അതല്ല. ആങ്കർ, ANCHOR, ആങ്കർ. അത് കപ്പലിൽ നിന്ന് താഴോട്ട് കപ്പൽ ഉറപ്പിക്കാൻ വേണ്ടി കടലിൻ്റെ അടിത്തട്ടിലോട്ട് ഇടുന്ന ഒരു ഭയങ്കര വെയിറ്റുള്ള ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വടം പോലത്തെ ഒരു സാധനമുണ്ട്. നിങ്ങൾ കറങ്ങി താഴോട്ട് വീഴും. അതിൻ്റെ അവസാന അറ്റത്ത് ഒരു വളഞ്ഞിരിക്കുന്ന ത്രിശൂലം പോലത്തെ ഒരു സാധനം. അതിന് നടുവിലാണ് ഈ റോപ്പ്. അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഹുക്കാണ്, അല്ലേ? അത് നങ്കൂരം എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ പറയുന്ന ആത്മാവിൻ്റെ നങ്കൂരം, നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരമാണ് പ്രത്യാശ, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? അപ്പം നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരമായി പ്രത്യാശ എന്ന് പറഞ്ഞിട്ട്
ഈ പ്രത്യാശ എങ്ങോട്ട് കിടക്കുമെന്ന് പറഞ്ഞേക്കുന്നത്? അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്നു. അപ്പം നമ്മൾ എവിടെ ഉറപ്പിച്ചേക്കും നമ്മുടെ പ്രത്യാശ? കർത്താവിൻ്റെ വാഗ്ദത്തം. ആ കർത്താവിൻ്റെ വാഗ്ദത്തം എവിടെയാ? തിരശ്ശീലയ്ക്ക് അപ്പുറത്താണ്. തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് എന്തുണ്ട്? അടുത്ത വാക്യം, ലാസ്റ്റ് വാക്യം. അവിടേക്ക് യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി മുൻപ് കൂട്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ കർത്താവുണ്ട്. ഇനിയിപ്പോൾ എന്തെല്ലാം ഉണ്ട് അവിടെ? തിരശ്ശീലയ്ക്ക് അപ്പുറമുണ്ട്. നമ്മൾ തിരശ്ശീലയ്ക്ക് ഇപ്പുറത്താണ്, നമുക്കിതേ കാണാൻ പറ്റുള്ളൂ. തിരശ്ശീലയ്ക്ക് അപ്പുറത്തുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് എന്തൊക്കെയുണ്ട്? കർത്താവുണ്ട്. പിന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകുന്ന പ്രത്യാശ എന്ന നങ്കൂരം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന തിരശ്ശീലയ്ക്ക് അപ്പുറത്താണ്. ഇത്ര മനസ്സിലായോ? ഓക്കെ. ആ ആങ്കറിന്, നങ്കൂരത്തിന് 2 ഹുക്കുണ്ട്. ഈ 2 ഹുക്കുകളെ കുറിച്ച് കർത്താവ് പറയുന്നത് 2 കാര്യങ്ങൾ. ദൈവത്തിന് മാറ്റം വരാത്തതും ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളുണ്ട്. ഈ 2 കാര്യങ്ങൾ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയി ആ 2 കാര്യങ്ങളാലുള്ളൊരു ഹുക്കാണ് നമ്മുടെ പ്രത്യാശ. സംബന്ധിച്ചോ? ആ ഹുക്ക് പിടിച്ചിരിക്കുന്ന ആരാ പിടിച്ചേക്കുന്നേ? പെട്ടെന്ന് പറ. യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി മുൻപ് കൂട്ടി ഈ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് എന്നിട്ട് നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം എങ്ങനെ പിടിച്ചേക്കുക. ഇതാണ് എബ്രഹാമിന് കൊടുത്ത പോലെ നമുക്ക് തന്നേക്കുന്ന ആണ. വിശ്വാസമുണ്ടോ? സ്വർഗത്തിൽ പോവോ? ഒരു അനുസരണവും ഇല്ലാതിരുന്ന എബ്രഹാമിനെ നീതിമാന്മാരുടെ, വിശ്വാസികളുടെ പിതാവാക്കി മാറ്റിയ ദൈവത്തിന് അതുപോലെ ഒരാണ നമുക്കിട്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെയും ക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് 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 നമ്മൾ ആ പ്രത്യാശയിൽ ഉറപ്പുള്ളവരായി യേശു ക്രിസ്തുവിനെ പോലെ ആകും. അങ്ങനെ ആക്കാൻ കഴിവുള്ളവനാണ് ഈ വാഗ്ദത്തം തന്നിരിക്കുന്നത്. ഇത് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കെല്ലാം കർത്താവ് വരാറായി, നാമും പോകാറായി. ഇപ്പം കർത്താവ് വരാറായി എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ നാമും പോകാറായി എന്നാരും അങ്ങനെ പറയാറില്ല. ഉറപ്പില്ല. നമ്മുടെ കയ്യിലിരിപ്പും ശരിയല്ല, ഉപദേശവും പോയി, ഉറപ്പും പോയി. ഇനി 2 കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അവിടെയാണ് നമ്മുടെ ഉറപ്പ് കിടക്കുന്നത്. എന്താ ഈ 2 കാര്യങ്ങൾ? ഒരു മഹാപുരോഹിതൻ ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ഇത് ഈ വിഷയത്തിൽ വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുടെ ആ വാഗ്ദത്തം എന്താണെന്ന് നിങ്ങളോട് പറയേണ്ടത് ആവശ്യമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം ഇത്രയും വലിയ നീതിയെക്കുറിച്ച് പറയുമ്പം നമുക്ക് രക്ഷിക്കപ്പെടുമെന്നൊരു ഹോപ്പ് വേണ്ടേ? എന്നാലല്ലേ രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളുമ്പോൾ ഒന്ന് സന്തോഷത്തോടെ പാടാൻ പറ്റുള്ളൂ. എന്നാലല്ലേ പാസ്റ്റർ ആരാധന നടത്തി കഴിയുമ്പോൾ ആമേൻ കർത്താവാ യേശുവേ എന്ന് പറയുമ്പോഴേക്കും വേഗം വരണേ. വേഗം വന്ന് ആരെ കൊണ്ടുപോകാനാന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഉറപ്പില്ലെങ്കിൽ പിന്നെ ആമേൻ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആമേൻ ധൈര്യമായിട്ടോ ആമേൻ കർത്താവേ പറ. ആരെ കൊണ്ടുപോകാൻ? പോവോ? നമുക്ക് നോക്കാം. ഈ പ്രത്യാശ ഇല്ലാത്തവന് വിശുദ്ധീകരിക്കപ്പെടാൻ പറ്റില്ല. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ അവൻ ശുദ്ധനായിരിക്കുന്ന പോലെ നമ്മെ തന്നെ ശുദ്ധീകരിക്കും. കാരണം അങ്ങനെ പറ്റുള്ളൂ. അത് ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഹുക്ക് ഇങ്ങനെ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് കിടക്കാൻ ആ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, മഹാപുരോഹിതൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്താ? യാഗം കഴിക്കുന്നു. 2ാമത്തെ കാര്യം എന്താ? അവൻ നമുക്കായി ഇടിവിൽ നിൽക്കുന്നു. ഇത് 2ഉം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരുടെ മേലെ കിടക്കുന്നത്? ക്രിസ്തുവിൻ്റെ മേലെ കിടക്കുന്നത്. ഇനി കർത്താവിൻ്റെ യാഗത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കി. യാഗത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്. 13:11 പറയുന്നു, മഹാപുരോഹിതൻ പാപപരിഹാരത്തിനായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അടുത്ത വാക്യം എന്താ? അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. അപ്പം ഈ മൃഗത്തിന്റെ പ്രത്യേകത എന്താ? മൃഗത്തിന്റെ ശരീരം എവിടെയാ കഷ്ടം അനുഭവിക്കുന്നത്? പാളയത്തിന് പുറത്ത്. ക്രിസ്തു എവിടെയാ കഷ്ടം അനുഭവിച്ചത്? നഗരവാതിലിന് പുറത്ത്. അപ്പം ആ മൃഗത്തിന്റെ ബോഡി പാളയത്തിന് പുറത്ത് ചുട്ടുപോകുമ്പോൾ രക്തം എവിടെയാ? മഹാപുരോഹിതൻ രക്തവുമായിട്ട് എങ്ങോട്ട് പോയി? വിശുദ്ധ മന്ദിരത്തിലേക്ക് പോയി, അല്ലേ? അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരം ഇവിടെ തകർക്കപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ രക്തം എവിടെ അർപ്പിക്കപ്പെട്ടത്? എബ്രായ ലേഖനം 9:11 പറയുന്നു, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി ആയിട്ടുള്ളതല്ല, കൈപ്പണി അല്ലാത്തതും ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതുമായി വലിപ്പവും തികവുമുള്ളൊരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുകിടാങ്ങളുടെ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി പ്രവേശിച്ച് എന്നേക്കുമായുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു.
അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നറിയാം? ഒറ്റ പ്രാവശ്യമാണ് കർത്താവ് രക്തം അർപ്പിച്ചത്. ആ രക്തം അർപ്പിച്ചോടെ എന്ത് സംഭവിച്ചു? നമുക്ക് ഈസി ആയിട്ട് ഏത് സമയത്തും കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ നമുക്ക് പറ്റും. കാരണം ആ രക്തം നിത്യതയിലാണ് അർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് ഉണങ്ങിപ്പോകുന്നില്ല, ടൈമില്ല. എപ്പോഴും നമുക്ക് ആ രക്തത്താലുള്ള വീണ്ടെടുപ്പ് അങ്ങനെ ഓപ്പണായി കിടക്കുകയാണ്. അതാണ് ഒന്നാമത്തെ ഹുക്ക്. നിങ്ങൾ എത്ര ദൂരെ പോയാലും മടങ്ങി വരാൻ ആ ഹുക്ക് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഏത് സമയത്ത് നമുക്ക് പറയാം, കർത്താവ് നിന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനവും ദേവാലയത്തിലൊരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയമുള്ളവരുമായി ഹൃദയപരമാർത്ഥം അടുത്ത് ചെല്ലുക. കാരണം നിങ്ങളുടെ പ്രത്യാശയുടെ സ്വീകാരം നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. എന്തുകൊണ്ടാണ്? അവിടെ കർത്താവിൻ്റെ രക്തം ഇന്നും എനിക്കായി ഗുണകരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ഡ്രൈ ആയി പോകുന്നില്ല, ഉണങ്ങിപ്പോകുന്നില്ല. രണ്ടാമത്തെ ഹുക്ക് എന്താണെന്നറിയോ? എന്തുവാ? കർത്താവ് എനിക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ്, നിങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോഴാണ് പെട്ടെന്ന് കർത്താവ് കേൾക്കുന്നത്? അയ്യോ, ആര് പ്രാർത്ഥിക്കുമ്പോഴാ? ശരി, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ്, തങ്കുപുറത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവ് പെട്ടെന്ന് കേൾക്കുന്നത്? ഒരു പേരങ്ങ് പറഞ്ഞേക്കാം. നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ലാത്തതുകൊണ്ട് പേര് പറഞ്ഞാലും കുഴപ്പമില്ല, ആരും വഴക്കുണ്ടാക്കത്തില്ല. ആര് പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് കേൾക്കുന്നത്? അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു മൈൻഡും ഇല്ല ദൈവത്തിന്. അങ്ങനെ ഇരിക്കുകയാണ് ഒരാളുടെ എന്ന് പറഞ്ഞാൽ, പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ നടക്കും ബ്രദറെ. അപ്പം നേരെ ഞാൻ പാസ്റ്റർ എടുത്തിട്ട് വരും, എനിക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് പ്രാർത്ഥിക്കും. പാസ്റ്റർ ഉടനെ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ഉടൻ സംഗതി നടക്കുക. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വർക്ക് ചെയ്യുന്ന മധ്യസ്ഥൻ ആരാ? എനിക്ക് ഗുണമുള്ള മധ്യസ്ഥൻ ആരാ? പാസ്റ്റർ. കാരണം പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ എനിക്ക് പ്രയോജനം ചെയ്യുന്നില്ല. കത്തോലിക്കരെ പോലെ തന്നെ, കത്തോലിക്കര് നേരിട്ട് എന്നാൽ കർത്താവ് കേൾക്കില്ല. അതുകൊണ്ട് അന്തോണീസ് പുണ്യാളൻ, ഗീവർഗീസ് പുണ്യാളൻ, മറിയം, ഇങ്ങനെയുള്ള മരിച്ചുപോയ വിശുദ്ധരുമായിട്ടാണ് അവർ കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത്. അല്ലേ? നമ്മൾ പോകുന്ന ആര് വഴിയാ? ആ പാസ്റ്റർ, ഈ പാസ്റ്റർ, അപ്പുറത്തെ പാസ്റ്റർ, ഇങ്ങനെയുള്ള ജീവിച്ചിരിക്കുന്ന മധ്യസ്ഥന്മാരായിട്ടാണ്. മരിച്ചുപോയ മധ്യസ്ഥന്മാർ കണ്ണാടിക്കൂട്ടിൽ ഓൾറെഡി കയറുകയും അവർ 5 രൂപ ഇട്ടാലും സമാധാനമായിട്ട് പൊക്കോളും ചെയ്തോളും. പക്ഷെ ജീവിച്ചിരിക്കുന്ന പാസ്റ്റർമാർ അങ്ങനെ ഒതുങ്ങുന്നവരല്ല. അവർ നിങ്ങൾക്ക് മധ്യസ്ഥന്മാരായിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ കൈ കീറും, പോക്കറ്റ്. അങ്ങനെ മധ്യസ്ഥന്മാരുടെ ഒരു ബഹളമാണ് ഇവിടെ. ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ എല്ലാവർക്കും ഒരുപോലെയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം എങ്ങനെയാണോ കർത്താവ് കേൾക്കുന്നത്, അതുപോലെ തന്നെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മളെല്ലാം മക്കളാണ്. നമ്മൾ മക്കളെല്ലാം കൂടെ ദൈവത്തിൻ്റെ അടുത്തോട്ട് നിന്ന് നിൽക്കുമ്പം കർത്താവ് എൻ്റെ മക്കൾ വന്നെന്ന് പറയുന്നത്, അതിനകത്ത് ഒരുത്തനെ മാറ്റി നിർത്തി കർത്താവ് നോക്കുന്നില്ല. അത് ഒരുത്തനെ മാറ്റി നിർത്തേണ്ടത് ക്രിസ്തുവിനെ മാത്രമാണ്. സന്തോഷമായ ആർക്കറിയാം? ഓക്കെ. അപ്പോൾ ഞാനിത് എന്തുകൊണ്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ കേൾക്കുമോ, ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കുമോ എന്നുള്ളതല്ല വിഷയം. എൻ്റെ വിഷയം ക്രിസ്തു പറഞ്ഞാൽ കേൾക്കുന്നുള്ളതാണ്. പഴയ നിയമത്തിൽ മധ്യസ്ഥന്മാരില്ലാതെ ഒരു പണി നടക്കില്ലായിരുന്നു. കാരണം എന്താ? ഈ മധ്യസ്ഥന്മാർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവും അഭിഷേകവും ഉള്ളൂ. പുതിയ നിയമത്തിൽ അങ്ങനെയാണോ? നമ്മളോടെല്ലാം കർത്താവ് സംസാരിക്കുകയും ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും അവൻ്റെ അഭിഷേകം തന്നെ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന പുതിയ നിയമത്തിൽ എൻ്റെ അപ്പനായ കർത്താവ്, എന്നെ രക്ഷിച്ച കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ മൂന്നാമതൊരു മനുഷ്യനെടുത്തോട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്തോ, നമുക്ക് ഏത് സമയത്തും എനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും എല്ലാം പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ക്രിസ്തു നമുക്ക് സമീപസ്ഥനായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇമ്മാനുവേൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ യേശു ക്രിസ്തു നമുക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ? 7:25 വായിച്ചേ. എബ്രായർ 7:25 പെട്ടെന്ന്. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായും രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പൊ അവിടെ ഇപ്പോഴും നമുക്ക് വേണ്ടി യേശു കർത്താവ് എഴുന്നേറ്റ് നിൽപ്പുണ്ട്. എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ പറ. ആ മോൻ ഒത്തിരി നാളായിട്ടൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പിതാവേ അവനൊരു ജോലി മേടിച്ചു കൊടുക്ക്, അതാണോ പ്രാർത്ഥിക്കുന്നത്? അതോ കർത്താവേ ഞാൻ അവന് വേണ്ടിയാണ് മരിച്ചത്, അവൻ ഇവിടെ എത്തുന്നവരെ അവനെ ദുഷ്ടൻ വീഴിക്കരുത്, തൊടരുത്, ഇവിടെ അവനെ കാണണം? ഏതായിരിക്കും കർത്താവ് പ്രാർത്ഥിക്കുന്നത്? അവൻ എന്തിൻ്റെ മധ്യസ്ഥന? അന്തോണീസ് പുണ്യാളൻ കാണാതെ പോയ വസ്തുക്കളുടെ മധ്യസ്ഥന. ഗീവർഗീസ് പുണ്യാളൻ പാമ്പ് പിടിക്കാതിരിക്കാനുള്ള മധ്യസ്ഥന. സ്തെബസ്താനോസ് പുണ്യാളൻ എന്തിൻ്റെന്ന് അറിയാൻ മേലെ വെടികൊണ്ട് ചാവാതിരിക്കുന്നത്. അമ്പം മില്ലോ അവളുടെ പരിപാടി എന്താണെന്നറിയത്തില്ല. ഇങ്ങനെ പല റേഞ്ചിലുള്ള മധ്യസ്ഥന്മാരുണ്ട്. യേശു ക്രിസ്തു എന്തിൻ്റെ മധ്യസ്ഥന? നമുക്കും ദൈവത്തിനും ഇടയിലുള്ള ആ ഗ്യാപ്പ് തീർത്ത മധ്യസ്ഥന.
എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ പിതാവ് എന്ന രീതിയിൽ എനിക്ക് സമീപസ്ഥനാകാൻ വേണ്ടി, ഞാൻ അവൻ്റെ മകനും മകളുമായി അവൻ്റെ മടിയിലിരിക്കുന്നതിന് വേണ്ടി എൻ്റെ മധ്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിൽക്കുന്ന ആളാണ് ക്രിസ്തു. നിങ്ങൾക്ക് ആ മധ്യസ്ഥയിൽ വിശ്വാസമുണ്ടോ? ഉണ്ടോ? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പോൾ പിതാവ് ആ പ്രാർത്ഥന കേൾക്കുമോ? രണ്ടാമത്തെ ഹൂക്ക് പിടി കിട്ടിയോ? സ്വർഗത്തിൽ പോകുമോ? ഓ എൻ്റെ ദൈവമേ. ഇനി ഒരു കാര്യം പറയാം. അപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഈ ലോകത്ത് ഇത്ര കോടി മനുഷ്യരുണ്ട്, അവരെത്ര പേര് നരകത്തിൽ പോകുന്നു, അപ്പോൾ യേശുക്രിസ്തു അവർക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചില്ല, അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നുണ്ടോ? ഇനി അഥവാ യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് എങ്ങനെ അറിയാം? യേശുക്രിസ്തു പ്രാർത്ഥിച്ച ലിസ്റ്റ് വല്ലതും പാസ്റ്ററുടെ കയ്യിലുണ്ടോ? എൻ്റെ കയ്യിലുണ്ട്. യേശുക്രിസ്തു ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചെന്നുള്ള ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. കാരണം യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന 17-ാം അധ്യായം, യോഹന്നാൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യവും 20-ാം വാക്യവും വായിച്ചാൽ അവിടെ യേശുക്രിസ്തു ആർക്കെല്ലാം വേണ്ടിയാണ് പ്രാർത്ഥിച്ചിരിക്കുന്നതിൻ്റെ ലിസ്റ്റുണ്ട്. അതിനകത്ത് നിങ്ങളുടെ പേരുണ്ടോ എന്ന് ഇപ്പം വേണേൽ നോക്കാം. പേരുണ്ടെങ്കിൽ അകത്താ, പേരില്ലെങ്കിൽ പുറത്താ. നോക്കിയോണേ, 9-ാം വാക്യം എന്താ പറയുന്നത്? ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് വേണ്ടിയാണ്. അത് ലിസ്റ്റുണ്ട് കൃത്യമായിട്ട്. അടുത്തത് 20-ാം വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പേരുണ്ടോ അതിനകത്ത്? ഉണ്ടോ ഇല്ലയോ? അവനിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി യേശുക്രിസ്തു എന്ത് ചെയ്തു? 2000 വർഷങ്ങൾക്ക് മുമ്പ് പിതാവിനോട് പറഞ്ഞു, ചേസ് എന്ന് പറയുന്ന ഒരുത്തൻ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ജനിക്കും, അവൻ കുറേ നാൾ ഇവിടെ ജീവിക്കും, അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആരാ പ്രാർത്ഥിച്ചേക്കുന്നത് എനിക്ക് വേണ്ടി? ചില ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ അമ്മ പ്രാർത്ഥിച്ചാണ് പാസ്റ്ററെ ഞാൻ രക്ഷിക്കപ്പെട്ട. അമ്മ പ്രാർത്ഥിച്ചാലൊന്നും കർത്താവ് കേൾക്കില്ല. രക്ഷയുടെ മധ്യസ്ഥനായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അമ്മ പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ രക്ഷയ്ക്കായി. നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾ കർത്താവ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ശരിക്കും നമ്മുടെ രക്ഷയുടെ മധ്യസ്ഥൻ ക്രിസ്തു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് തന്നെയാണ് നിങ്ങളുടെ പേര് പിതാവിൻ്റെ അടുത്ത് കൊടുത്തിട്ട് രക്ഷയ്ക്ക് വേണ്ടിയുള്ള മധ്യസ്ഥത അണച്ചത്. വിശ്വാസമുണ്ടോ? സ്വർഗത്തിൽ പോകുമോ? ഈ 2 ഹുക്കിലും പിടുത്തം കിട്ടിയിട്ടും പോകില്ല. പോകുന്ന ഉറപ്പുള്ളവരൊന്ന് കൈ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്ത്, എൻ്റെ കർത്താവേ ഇത് കാണാനൊരു സന്തോഷം. ഈ എബ്രഹാമിന് ആ വാഗ്ദത്വം കൊടുത്തപ്പോൾ എബ്രഹാം എങ്ങനെ വിശുദ്ധനായി, എങ്ങനെ നീതിമാനായി, എങ്ങനെ അനുസരിക്കുന്നവരായി, അങ്ങനെ ദൈവവും നമ്മുടെ മേലൊരു പണി നടത്തിക്കൊണ്ടായിരിക്കുന്നത്. പക്ഷേ ആ വിശ്വാസം ഇന്ന് ചോർന്നു പോയൊരവസ്ഥയിലാണ് സഭയുള്ളത്. ഇന്ന് സഭ വിശ്വസിക്കുന്ന വിശ്വാസം എന്നാണെന്നറിയോ? നടക്കും ബ്രദറെ, നടക്കും, വിശ്വസിക്കും. ഞാനൊരു ചെറിയ കഥ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് 5-ാം അധ്യായം തീർത്തിട്ട് ഞാൻ പോകുള്ളൂ കേട്ടോ. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലും വേണം. ഞാൻ കർത്താവിൻ്റെ പ്രതിഫലങ്ങൾ വിഭജിക്കുന്ന ബീമാ സീറ്റിന് മുമ്പിൽ ഞാനും പൗലോസും കൂടെ പോയി നിൽക്കാം. ഇപ്പോൾ പൗലോസിൻ്റെ കർത്താവ് ചോദിക്കുകയാണ്, പൗലോസേ നീ വിശ്വാസിയാണോ? ഇപ്പോൾ കർത്താവ് അതേ കർത്താവ്. പൗലോസ് എന്താ വിശ്വസിച്ചത്? ഞാൻ നല്ല പുറമൊരു തോട്ടം തികച്ച് വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതാ നിൻ്റെ നീതിയുടെ കിരീടം. അവൻ പോയി. അടുത്ത ഞാൻ എന്നോട് കർത്താവ്, ചേച്ചി നീ വിശ്വാസിയാണോടാ? ഞാൻ പറഞ്ഞു ഭയങ്കര വിശ്വാസിയാണ് കർത്താവ്. എന്തൊക്കെ വിശ്വസിച്ചു? ഞാൻ പറഞ്ഞു, കർത്താവേ നീ എന്നെ ഓരോ ദിവസവും നടത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു. പിന്നെ എനിക്ക് വിദ്യാഭ്യാസം നീ തന്നു, ഞാൻ വിശ്വസിച്ചു. നീ എനിക്ക് റാങ്ക് തന്നു. എനിക്കൊരു വീട് തരും നീ വിശ്വസിച്ചു, ഞാൻ വിശ്വസിച്ചു. നീ എനിക്കൊരു വീട് തന്നു, എനിക്കൊരു ജോലി തന്നു, എനിക്കൊരു മിനിസ്ട്രി തന്നു. പിന്നെ ഞാൻ ചോദിച്ചെല്ലാം, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച എല്ലാം നീ എനിക്ക് തന്നു. ഞാൻ ഇന്നേ വരെ രോഗം വന്നിട്ടും ഞാൻ വിശ്വാസം വന്നേ പിന്നെ ആശുപത്രി പോയിട്ടില്ല. ഓയ്യോ, ആ പുള്ളിയെ സമ്മതിക്കണം. ഭയങ്കര മനഃശക്തി. വെള്ള വസ്ത്രമല്ലാതെ, വൈബ്രേഷൻ പ്ലീസ് നോട്ട്, ധരിച്ചിട്ടില്ല. ആഭരണം അന്നേ ഞാൻ ഉരുക്കളഞ്ഞതാണ്. ഞാൻ നിന്നെ വിശ്വസിച്ചാണ് ഇതെല്ലാം ചെയ്തത്. നീ എനിക്ക് 10% ഞാനിട്ട ദശാംശത്തിനെല്ലാം 1000 10,000 മടങ്ങായിട്ട് നീ മടക്കി തന്നു. എൻ്റെ സഭയിൽ എല്ലാവരും പറയും, അച്ചായൻ വിശ്വാസത്താൽ ജീവിച്ച അച്ചായനാണ്. അപ്പം കർത്താവ് പറഞ്ഞു, വെരി ഗുഡ്, ഓക്കെ, ബൈ ബൈ, ടാറ്റ. അപ്പോൾ ഞാൻ നീതിയുടെ കിരീടം. അപ്പോൾ കർത്താവ് പറയും, നീതിയുടെ കിരീടം നീ ഒരിക്കലും ചോദിച്ചിട്ടില്ല. നീതി എന്താണെന്ന് പോലും നിനക്കറിയാൻ മേലായിരുന്നു. നീ ചോദിച്ചതെല്ലാം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാവുന്ന സാധനങ്ങളല്ലായിരുന്നു. മിനിസ്ട്രിയിൽ നീ ഭയങ്കര പ്രസംഗം തന്നെ അടിച്ച് ഡെസ്ക് ഒത്തിരി എണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇങ്ങോട്ടൊരു പ്രയോജനം ചെയ്തിട്ടില്ല. പിന്നെ നീ ചെറിയ കാറിൽ ഇരുന്നിട്ട് നടുവേനെന്ന് പറഞ്ഞിട്ട് വലിയ കാറിന് വേണ്ടി ചോദിച്ച് ഓർക്കുന്നുണ്ടോ? ഉണ്ട് കർത്താവെ, കർത്താവ് തരികയും ചെയ്തു. അതിൻ്റെ ലഡു ഞാൻ എല്ലാവർക്കും കൊടുത്തായിരുന്നു. ആ വണ്ടി ഇടിച്ചാണല്ലോ നീ ഇവിടെ വന്നത്. നീ ഇങ്ങ് പോകുന്നു, വണ്ടി അവിടെ കിടന്നു.
നമ്മൾ വിശ്വാസ വീരന്മാർ, പ്രാർത്ഥനാ വീരന്മാർ, രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ പ്രാർത്ഥന, സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു ധനവുമില്ല, ഒരു ധനവും എല്ലാ ലോകത്തിലും. എന്നിട്ട് പറയാണ്, ഈ ലോകത്തിലെ ധനം തന്ന കർത്താവിന് സ്തോത്രം, വാല് പോലും അല്ലാതെ കിടന്ന് എന്നെ തലയാക്കി മാറ്റിയ ദൈവത്തിന് സ്തോത്രം. അതിൽ നല്ലത് വാലായിട്ട് തന്നെ അങ്ങ് പോകുന്നായിരുന്നു. ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന സാധനങ്ങൾക്ക് വേണ്ടി. അപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, ക്രിസ്തുവിനെ പോലെ ആയി മാറാനും അവൻ്റെ തേജസ് പ്രാപിക്കാനും വേണ്ടി എനിക്ക് കർത്താവ് വെച്ച് തന്ന അതിവിശുദ്ധ വിശ്വാസത്തെ ഞാൻ ഈ ഭൂമിയിൽ പുട്ടടിച്ച് തീർത്തുന്നു. ഒരു ധനവും ഞാൻ നിത്യതയിലേക്ക് കരുതിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്ന അവിടെ ചെല്ലുമ്പോഴാണ്. കാരണം ഈ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന പ്രസംഗകർ അവരൊരിക്കലും പറഞ്ഞില്ല ഈ ലോകത്തൊരു വിശാലമായ വഴിയില്ല. അവർ പറഞ്ഞില്ല ഈ ലോകം നശിച്ചു പോകാൻ പോകുന്ന ലോകമാണ്. അവർ പറഞ്ഞത് അടുത്ത വർഷങ്ങളിലെല്ലാം നിങ്ങൾ ഭയങ്കര അഭിവൃദ്ധി പ്രാപിക്കുന്നു. ലോകം ഉണ്ടായിട്ട് വേണ്ടേ അഭിവൃദ്ധി പ്രാപിക്കാൻ? നിങ്ങളുടെ തലമുറ ആരാവും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അതിനുമുമ്പ് കർത്താവ് വരും. എല്ലാവർക്കും സന്തോഷമായി. ഇപ്പം എനിക്ക് മനസ്സിലായി. ഈ പ്രവചനങ്ങളെല്ലാം കേട്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ, അവരുടെ കയ്യടി കേൾക്കാൻ വേണ്ടി, ആ വൈബ്രേഷനിലൂടെ എല്ലാവരും തുള്ളുന്നത് കാണാൻ വേണ്ടി ഈ അഴിച്ചു വിടുന്ന ലോകത്തിൻ്റെ ഉപദേശങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ സത്യവിശ്വാസത്തെ തകർത്ത് പൊടിച്ചു കളഞ്ഞു. ക്രിസ്തുവിനെ കുറിച്ചുള്ള സുബോധം പോലും ഇല്ലാതായിപ്പോയി. ഇത് നമ്മൾ നാളെ 6-ാം അധ്യായം കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇന്ന് സഭകളിൽ നിന്ന് ക്രിസ്തു അപ്രത്യക്ഷമായത്. അത് 6-ാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട തീമാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രത്യാശ നിങ്ങളുടെ മുമ്പിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. അതൊരു ആണയോടുകൂടിയുള്ള പ്രത്യാശയാണെങ്കിൽ വിശ്വസിക്കണം, നമ്മുടെ രാജ്യം ഇതല്ല. നമുക്കിവിടെ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല. നമ്മൾ കാത്തിരിക്കുന്ന ഒരു തേജസ്സുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇതുണ്ടായിരുന്നുണ്ട് നമ്മുടെ പൂർവികന്മാരെന്നാലും ഒന്നാം തരം പ്രത്യാശഗാനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്. ഇന്ന് പ്രത്യാശഗാനം പോയിട്ട് ഒരു മോഹങ്ങളുടെ ഗാനങ്ങളാണ് മൊത്തം, എല്ലാം മോഹ. ഓക്കെ, അപ്പം നമുക്ക് 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരാം. ഇത് കട്ടിയുള്ള ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ് പോരാ, എന്നാലും നോക്കാം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് നരളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. ഇപ്പോൾ ബോംബിട്ടുകൊണ്ട് വന്നാൽ എന്ത് ചെയ്യണം? ഒരുത്തൻ കൊല്ലാൻ വേണ്ടി തോക്കുവിട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? പറ, എതിർക്കരുത്. വെരി ഗുഡ്. നിന്റെ വലത്തെ ചെകിട്ടത്തവൻ അടിക്കുമ്പോൾ മറ്റേതും കാണിച്ചു കൊടുക്കുക. നിന്നെ വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നതിന് പുതുപ്പും കൂടെ കൊടുത്തേക്കുക. ഒരുത്തൻ നിന്നോട് പറയാണ് 1 നാഴിക എൻ്റെ കൂടെ വരാൻ പറഞ്ഞാൽ 1 നാഴിക ആക്കുന്നതിന് 2 നാഴിക എന്ന് പറയാം. 500 ദിർഹം ചോദിച്ചാൽ 1000 ദിർഹം കൊടുത്തേക്കുക. നിന്നോട് യാചിക്കുന്ന എല്ലാവർക്കും കൊടുക്കുക, ഇല്ല എന്ന് പറയരുത്. അടുത്തത്, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനാന്ന് കാണുമ്പോൾ ഒഴിഞ്ഞു പോരുത്. നല്ല ഉപദേശങ്ങളല്ലേ? നമുക്കിതെല്ലാം ഒരു ബ്രാക്കറ്റിൽ പെടുത്താം. എന്താണെന്നറിയോ? നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് നമ്മൾ പെരുമാറേണ്ട നീതിയുടെ രീതികൾ. 1, ദുഷ്ടനോട് എതിർക്കരുത്. ഈ ദുഷ്ടനോട് എതിർത്തില്ല നമുക്ക് എന്ത് സംഭവിക്കും? ദുഷ്ടനെതിരെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? അപ്പൊ ചത്തുപോയാ എൻ്റെ പാസ്റ്ററെ ചത്തുപോയാൽ എന്ത് ചെയ്യും? പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അടുത്ത വർഷമാണ് നിനക്ക് അഭിവൃദ്ധി വരാൻ പോകുന്ന പുഷ്ടിയുടെ വർഷം. അതിനുമുമ്പ് ഞാൻ ചത്തുപോയാ, ദുഷ്ടൻ വരുമ്പോൾ കർത്താവ് പറയുന്നത് എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. അപ്പം പിന്നെ ചത്താ കുഴപ്പമുണ്ടോ? ഉണ്ടോ? കർത്താവിൻ്റെ കൂടെ ഈ നിമിഷം പറുദീസയിലിരിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മരിച്ചാൽ കുഴപ്പമുണ്ടോ? അല്ല, ഞാൻ സത്യമായിട്ട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? കണ്ടോ, എല്ലാവരും നിശബ്ദരായത് കണ്ടോ? ഇപ്പം മരിച്ച നമ്മൾ കർത്താവിൻ്റെ കൂടെ സ്വർഗത്തിലിരിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ, ആണ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയോ? പിടുത്തം കിട്ടിയോ? 2 പിടുത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം മരിച്ചാൽ കുഴപ്പമുണ്ടോ? പറ, ധൈര്യമുണ്ടോ? പ്രാണഭയം എന്നാലും നമുക്ക് ഉണ്ടാകും കേട്ടോ. ഞാൻ പ്രാണഭയം ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് പറയുന്നില്ല. പൗലോസ് പല സമയത്തും പ്രാണഭയത്തിലായി. തോക്കെടുത്തുകൊണ്ടിരുത്തിന് ഇപ്പം എൻ്റെ കഴുത്തിന് നേരെ നെറ്റിക്ക് നേരെ ചൂണ്ടി എനിക്ക് പേടിയാവും. കാരണം ഇത് പ്രാണഭയമാണ്, മരണഭയമല്ല. മരണഭയം എന്ന് പറഞ്ഞാൽ മരിച്ചാൽ എന്താകും? നരകത്തിൽ പോവുമോ? ദൈവം ഉണ്ടോ? ഇതാണ് മരണഭയം. എന്നെ ദൈവം പാപത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മരണഭയമില്ല. മനസ്സിലായോ? ആ മരണം എൻ്റെ മുമ്പിൽ കണ്ടാൽ എനിക്ക് പേടിയില്ല. കാരണം എന്താ? എൻ്റെ ഡെസ്റ്റിനി എന്താണെന്ന് ഞാൻ അറിയുന്നു. അവൻ്റെ ആണ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അവൻ്റെ പ്രത്യാശ, അതാണ് ഞാൻ ആ പ്രത്യാശയുടെ കാര്യം അവിടെ അത്രയും വിശദീകരിക്കാനുള്ള കാരണം. എന്നോട് വ്യവഹരിച്ച് വരുന്നവനെ ഞാനത് വിട്ടുകൊടുക്കണമെങ്കിൽ കണ്ണിന് പകരം കണ്ണിന് എടുക്കുന്നതിന് പകരം ഞാൻ ദുഷ്ടനോട് എതിർത്ത് നിൽക്കാതെ ശത്രുവിനെ സ്നേഹിക്കണമെങ്കിൽ എനിക്ക് പുനരുത്ഥാനത്തിൽ വിശ്വാസം ഉണ്ടാകണം. അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രവൃത്തി എന്തോരും ആയെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഈ നീതിയെല്ലാം നിങ്ങളിൽ ഉളവാക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളെ ഇങ്ങനെ ആക്കി മാറ്റാൻ ദൈവത്തിന് പറ്റും. ഞാൻ ഉന്നം പിടിച്ചെറിയുന്ന കഥ നിങ്ങളോട് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? ഇത് വല്ല ഓർക്കുന്നുണ്ടോ? അതാ പറഞ്ഞു യൂട്യൂബ് ഒന്നുകൂടെ കാണാൻ. അതായത് വിശ്വാസത്താൽ നമ്മളെ കർത്താവ് നീതീകരിക്കുന്നത് കൊണ്ട്, വിശ്വാസത്താൽ കർത്താവ് നമ്മളെ നീതീകരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രവൃത്തിയല്ല, നമ്മുടെ ഉന്നമാണ് ദൈവം നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ ആകാനുള്ള എൻ്റെ ഉള്ളിലെ ഞരക്കമാണ് എൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ പോലെ ഒന്നും അല്ലെങ്കിലും എൻ്റെ ഉള്ളം ഞരങ്ങുന്നുണ്ട്, കർത്താവെ നീ ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംസാരിക്കുമായിരുന്നു, അതെൻ്റെ വായിന്ന് വരണം. ഇതിവിടെ നിൽക്കുന്ന 1.5 മണിക്കൂർ ഞാനത് എൻ്റെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. കർത്താവെ നീ എന്തു പറയുമായിരുന്നു, ഇന്ന് രാത്രി നീ കർത്താവ് വരുന്ന ഫൈനൽ മോമെൻ്റ് ഇന്നാണെങ്കിൽ നീ ജനത്തോട് എന്ത് സംസാരിക്കുമായിരുന്നു. അത് ഞാനല്ല, ക്രിസ്തു ജീവിക്കുന്നുള്ള ഫെയ്ത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഈ ഫെയ്ത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിസ്തുവിൻ്റെ നീതിയിലേക്ക്, നീതിയുടെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് 5 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്, നമുക്കത് അവസാനിപ്പിക്കാം. അപ്പോൾ വായ്പ വാങ്ങാൻ വരുന്നവൻ്റെ കാര്യം എന്താ? വായ്പ വാങ്ങാൻ കഴിയുന്ന കൊടുക്കുന്നേ, നിങ്ങളല്ലേ പറഞ്ഞ ദൈവം തന്നാന്ന്. ദൈവം തന്നാന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്തിട്ട് ആരും ചോദിച്ചാൽ കൊടുക്കാത്ത എന്താ? അതിനർത്ഥം നിങ്ങൾ ഉണ്ടാക്കിയതെന്ന് തന്നെയല്ലേ. ദൈവം തന്നാണെ പിന്നെ ദൈവം തരികയല്ലേ? ഇത് മിണ്ടുന്നില്ല. ഇതാ മിണ്ടാതെ. നമ്മളൊരാൾ പൈസ വയ്ക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല. എന്താ കാരണം? ദൈവം തന്നാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ കൊടുത്താൽ തന്നെ കുഴപ്പം? ദൈവം പിന്നെ തരില്ലേ? ഇല്ല. നമ്മുടെ ഉള്ളിൽ തന്നെ അറിയാം, ദൈവത്തിനൊരു നന്ദിയൊക്കെ കൊടുത്താലും സംഗതി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് തന്നെയാണ്. ഇത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയല്ല, അല്ലേ? എൻ്റെ ആഹാരം ഞാൻ ബാക്കി പറ തന്നെ തിന്നും. കേട്ടില്ലേ അത്? എനിക്കുള്ള ആഹാരം ഞാൻ ആർക്കും കൊടുക്കില്ല. അങ്ങനെ പാട്ടുണ്ട്. എൻ്റെ ആഹാരം ഞാൻ തന്നെ തിന്നും, ഒരുത്തിനും കൊടുക്കില്ല. കാരണം ഞാൻ സമ്പാദിച്ചത് വേറൊരുത്തിനും കൊടുത്താൽ അതെൻ്റെ ശാപമായിട്ട് ആൾക്കാർ കരുതുന്നത്. കാരണം ഞാൻ അധ്വാനിച്ചത് വേറൊരുത്തൻ കൊണ്ടുപോയി കഴിക്കട്ടെന്നേ. ഇല്ല, അത് ഞാൻ അനുവദിക്കില്ല. ഞാൻ അധ്വാനിച്ചതിൽ 1 രൂപ നഷ്ടപ്പെട്ടാൽ ദൈവം എന്നെ കാക്കുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഒരു 5000 രൂപ അവർക്ക് നഷ്ടം വന്നു. ഇപ്പോൾ ഭാര്യ വിശ്വാസിയാണ്, ഭർത്താവ് വിശ്വാസത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഭാര്യ പറഞ്ഞ്, എന്നാലും അയാൾ നമ്മുടെ 5000 രൂപ അടിച്ച് മാറ്റിയല്ലോ. അപ്പം ഭർത്താവ് വിശ്വാസത്തോട്ട് വരുന്നേ ഉള്ളൂ. പുള്ളി പറയാണ്, അവന് നമ്മളെക്കാൾ ആവശ്യം കാണും. കർത്താവ് എന്താ പറഞ്ഞേക്കുന്നത്? നിന്നോട് വ്യവഹരിച്ച് വരുന്നത് നീ കൊടുത്തേക്ക്, നീ സന്തോഷമായിട്ട് സ്തോത്രം പറഞ്ഞാൽ വീട്ടിൽ കളഞ്ഞേക്കാൻ പറഞ്ഞു. ഒരു അന്തം വിട്ടുപോയി. കാരണം അത് ഉള്ളിൽ നിന്ന് വരുന്നൊരു കോൺഫിഡൻസാണ്. നാളെ നടത്താൻ ഈ ദൈവം ഉണ്ട്, ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. ദൈവം രാജ്യം നിനക്ക് തരാൻ പ്രസാദിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുത്താലും കുഴപ്പമില്ല. കർത്താവ് പറഞ്ഞത് അതെല്ലാവരും കൂടെ പോയി ഭിക്ഷ കൊടുക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചിന്തിച്ചാലും അതിനകത്ത് കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ഫെയ്ത്ത് നമ്മുടെ ഉള്ളിൽ വരണമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് തീരാൻ പോവാണേ. ഇനി ഒരു പ്രധാന കാര്യം ഇവിടെ പറയുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു തിയോളജിക്കൽ കാര്യമുണ്ട്. അത് നാളെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് നിങ്ങൾ പുത്രന്മാരായി തീരണം. അവൻ്റെ സ്വഭാവം എന്താണ്? അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവന്മാരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. അപ്പോൾ ദൈവം മഴ കൊടുക്കുമ്പം, വെയിൽ കൊടുക്കുമ്പം, ആ സൈഡിൽ കുറച്ച് ക്രിസ്ത്യാനികളുണ്ട്, അവിടെ കുറച്ച് മഴ കൂടുതൽ പെയ്യിപ്പിച്ചേക്കാം. അങ്ങനെ ദൈവം ചിന്തിക്കോ? ഈ ലോകത്തെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി നിങ്ങൾ നോക്കിക്കേ. പൈസ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? വിശ്വാസിയുടെ കയ്യിലാണോ? ആണോ? ഈ UAE പൈസ ഏറ്റവും കൂടുതൽ മലയാളി പെന്തക്കോസ്തുകാരുടെ കയ്യിലാണോ? ആണോ അല്ലയോ? അല്ല എന്നുള്ളത് ഉറപ്പല്ലേ? ഈ ലോകത്തിലെ ധനം ദൈവം ആർക്കാ കൊടുത്തേക്കുന്നത്? അപ്പം നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന ഇത്രയും നമ്മുടെ പ്രാർത്ഥനകളുടെ കൂട്ടി നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നത നമ്മളാകേണ്ടതല്ലായിരുന്നോ? എന്നിട്ട് ഒട്ടും പ്രാർത്ഥിക്കാത്ത, അന്യദൈവങ്ങളെ വിളിക്കുന്ന, വിഗ്രഹങ്ങളെ വണങ്ങുന്ന ആൾക്കാർ നമ്മളെക്കാളും കാശുണ്ടാക്കുന്നു. ഈ ദൈവം എവിടെയാ? നമ്മുടെ പിള്ളേർ പഠിച്ച് പ്രാർത്ഥിച്ച് ഉപവാസ പ്രാർത്ഥന എടുത്ത് പാസ്റ്റർ പിന്നെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച്
പരീക്ഷ എഴുതാൻ വിട്ടതാ. പക്ഷെ കർത്താവിനെ വിളിക്കാത്ത ധിക്കരിക്കുന്ന നിരീശ്വരവാദിയുടെ മകൻ 1ാം റാങ്കും ക്യാമ്പസ് പ്ലേസ്മെൻറ്റും. നമ്മൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് പോയിട്ട് നമ്മൾ കഷ്ടിച്ച് പാസും. ക്യാമ്പസ് ഇൻ്റർവ്യൂ ഇല്ല, പിന്നെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉപവാസം തുടങ്ങുവാണ്. എന്താ സംഭവിക്കുന്നറിയോ? ഇതൊക്കെ സാമാന്യ അനുഗ്രഹങ്ങൾ എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഈ സാമാന്യ അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കുന്ന വിശ്വാസം നോക്കിയിട്ടല്ല. ഇത് ധനവാനും കൊടുക്കും, അവിശ്വാസിക്കും കൊടുക്കും, ദുഷ്ടനും കൊടുക്കും. പൈസ കൊടുക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? സൂര്യനെ ഉദിപ്പിക്കുന്നു, മഴ പെയ്യിക്കുന്നു, ധാന്യങ്ങളെ വിളയിപ്പിക്കുന്നു. ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ് അല്ല. ഈ ലോകത്തുള്ള ആളുകൾക്ക് ദൈവം സാമാന്യ അനുഗ്രഹങ്ങളെ നൽകുന്നതിന് ദൈവത്തിന് മുഖപക്ഷമില്ല. അത് ആരാണെന്നുള്ള ദൈവം നോക്കുന്നില്ല. പക്ഷെ നമ്മൾ ആഹാരമില്ലാതെ കരഞ്ഞാൽ പിതാവ് ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തും. അത് വേറെ കാര്യമാണ്. കാരണം അത് 6ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ പിതാവ് സ്വർഗത്തിലുള്ളത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ദൈവം കൃത്യമായിട്ട് നടത്തും. പക്ഷേ സമ്പത്തുകളുടെ കൂടിച്ചേരൽ അതൊരിക്കലും വിശ്വാസികൾക്ക് മാത്രമായിട്ട് കർത്താവ് വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഈ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ എല്ലാം ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ ലഭിക്കുന്ന അതിവിശിഷ്ടമായ പ്രത്യേക കൃപകളെക്കുറിച്ചുള്ളതല്ല. പിന്നെയോ അവിശ്വാസിക്കും പാപിക്കും ദുഷ്ടനും എല്ലാം കിട്ടുന്ന സാമാന്യ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ളതാണ്. അത് പിടിച്ചു വയ്ക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന കൂട്ടങ്ങളാണ് ഇന്ന് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒത്തിരി കാര്യങ്ങളാണ് ഗിരിപ്രഭാഷണത്തിലുള്ളത്. പക്ഷേ ഇതെല്ലാം കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെ സംഗ്രഹിക്കും? ഇത്ര സ്പീഡിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഒറ്റ കാര്യം ഇന്ന് പറഞ്ഞതിനകത്ത് നിങ്ങൾ ഓർത്താൽ ഈ നീതി മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. കാരണം ആത്മാവിനനുസരിച്ച് നടക്കുന്നവരിൽ ദൈവത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് യേശുക്രിസ്തു എന്ന പകരക്കാരനെ അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. ഒറ്റ കാര്യം, ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. അവൻ എനിക്കൊരു വാഗ്ദത്വം വെച്ചിട്ടുണ്ട്. അവനെ പോലെ എന്നെ തേജസ്കരിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ എന്നെ എത്തിക്കും. ഇത്രയും നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഗിരിപ്രഭാഷണത്തിലെ നീതി ദൈവം നിങ്ങളുടെ ജീവിതത്തിലൂടെ നിവർത്തിച്ചിരിക്കും. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ രാജ്യത്തിൽ, അങ്ങയുടെ നീതിയിൽ, അങ്ങയുടെ ആത്മാവിൽ അങ്ങയെ കണ്ടുകൊണ്ട്, അങ്ങയെ ആശ്വസിച്ചുകൊണ്ട്, അങ്ങയുടെ അമൂല്യമായ സ്വർഗീയ ധനത്തെ അനുഭവിച്ചുകൊണ്ട് കർത്താവെ, അങ്ങയുടെ സ്വഭാവമുള്ളവരായി ഞങ്ങളെ മാറ്റുന്ന വലിയ ആണയുടെ കീഴിൽ ഞങ്ങളെ ഇരുത്തിയിരിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. ആ വീണ്ടെടുപ്പിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ അങ്ങേക്ക് ഞങ്ങളോട് കരുണ തോന്നിയതിനായി സ്തോത്രം. ഞങ്ങളെ ഓരോ ദിവസവും വീഴാതെ സൂക്ഷിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇവിടെ കൂടി വന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ കർത്താവെ ആ വിശ്വാസം, നീതിക്കായുള്ള വിശ്വാസം, ഈ ലോകത്തിലെ ചപലമായ നശിച്ചു പോകുന്നതല്ല, നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടിയുള്ള വിശ്വാസത്തെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.